Meet the editors. ചോദ്യം ഇതാണ്, പാർട്ടിയിൽ പടയൊരുക്കുമോ? പിയാസുനിൽ ഇപ്പോൾ 2 മാസമാകുമ്പോഴേക്കും വി.ഡി. സതീശനെതിരെ പാർട്ടിയിൽ ആരൊക്കെയാണ് രംഗത്ത് വരുന്നത്? ലോയേഴ്സ് കോൺഗ്രസ് എന്ന കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും അഭിമാനമായ കോൺഗ്രസിൻ്റെ നിയമ പോരാട്ടങ്ങളുടെ നട്ടെല്ലായ സംഘടനയാണ്. ഹൈക്കോടതിയിൽ ലീഡർമാരെ അടക്കം ആരെയൊക്കെ നിർദ്ദേശിക്കണം എന്നുള്ളത് ഈ ലോയേഴ്സ് കോൺഗ്രസ്സാണ് യഥാർത്ഥത്തിൽ കാലങ്ങളായി തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ഒരു കൂടിയാലോചനയിലൂടെയാണ് അക്കാര്യത്തിലൊരു മാറ്റം വരുത്തുക. നാളിതുവരെ കേട്ടിട്ടില്ല ലോയേഴ്സ് കോൺഗ്രസ് കൊടുക്കുന്ന പട്ടികയിൽ നിന്ന് മാറ്റി ഒരു RSSകാരനെ ഗവൺമെൻറ് ലീഡറാക്കിയ കോൺഗ്രസ് മുഖ്യമന്ത്രിയെക്കുറിച്ച്. നാളിതുവരെ കേട്ടിട്ടില്ല ഒരു ഇടതുപക്ഷത്തു നിന്നുള്ള ഒരു നേതാവിനെ ഈ ഗവൺമെൻറ് ലീഡറാക്കി നിയമിച്ചൊരു കോൺഗ്രസ് മുഖ്യമന്ത്രിയെക്കുറിച്ച്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഞാനിപ്പോൾ ജിൻഡോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയായിരുന്നു. അതിനകത്തൊരു ഭാഗം പറയുന്നുണ്ട്, അപ്രഖ്യാപിത അംഗത്വ ചില സംവിധാനങ്ങൾ തയ്യാറാക്കുന്ന ലിസ്റ്റുകളിൽ എന്തുകൊണ്ട് ആക്ഷേപകാരണമായ പേരുകൾ കയറിക്കൂടി എന്ന് പരിശോധിക്കപ്പെടണം. പിണറായി ഭരണത്തിൻ്റെ 10 വർഷങ്ങളിൽ പട്ടേലരുടെ സെന്റിൻ്റെ മണം മാത്രം വിശ്വസിച്ച് കണ്ണടച്ച SFI അല്ല KSU എന്ന് പഠിപ്പിച്ചവരോടും കരിസ്മാറ്റിക് ക്ലാസുകളോടും കടപ്പാടെന്ന് പറയുന്നു. അവിടെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുന്നത് KSUവിൻ്റെ യൂണിറ്റിന് എന്ത് അവകാശം ലീഡർമാരെ തീരുമാനിക്കാനെന്ന്. പടയൊരുക്കമാണോ മുഖ്യമന്ത്രിക്കെതിരെ? നമുക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഭാഗങ്ങളാണ്. ഒന്ന് വിദ്യാർത്ഥി സംഘടനയായ KSUവും ലോയേഴ്സ് കോൺഗ്രസ്. എന്തുകൊണ്ടാണ്? ഒരു സമരമുണ്ടാകുമ്പോൾ, ഒരു രാഷ്ട്രീയ പ്രതിരോധമുണ്ടാകുമ്പോൾ അതിന് മുന്നിൽ നിൽക്കുന്നവരായിരിക്കും ഈ KSU വിദ്യാർത്ഥികൾ, KSU സംഘടന എന്ന് പറയുന്നത്. ഇവർക്ക് വേണ്ടി കേസ് വാദിക്കാനും ഇവർക്ക് വേണ്ടി കോടതിയിൽ പോകാനും ഫീസ് വാങ്ങാതെ പ്രവർത്തിക്കുന്നവരായിരിക്കും ഈ ലോയേഴ്സ് കോൺഗ്രസിലെ അഭിഭാഷകരെന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. അതെല്ലാ പാർട്ടിയിലും അങ്ങനെ തന്നെയാണ്. അതായത് കഴിഞ്ഞ 5 വർഷമല്ല 10 വർഷക്കാലം ഈ KSU പ്രവർത്തകരൊക്കെ തന്നെ റോഡിൽ നിന്ന് പോലീസിൻ്റെ ലാത്തിയടി കൊണ്ട് ജലപീരങ്കി പ്രയോഗത്തിന് മുൻപിൽ നിന്ന് പോലീസ് പിടിച്ച് ഈ ആലപ്പുഴയിലൊക്കെ തന്നെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ നമ്മൾ ശക്തമായിട്ടൊക്കെ തന്നെ നേരത്തെ വിമർശിച്ച രീതിയിൽ ഈ വലിയ രീതിയിൽ ഗൺമാന്മാരുടെ അടികൊണ്ട് വീണ KSU പ്രവർത്തകർക്ക് വേണ്ടി കോടതിയിലൊക്കെ തന്നെ ഫീസില്ലാതെ കേസ് വാദിച്ച ലോയേഴ്സ് കോൺഗ്രസ് നേതാക്കൾ. അപ്പോൾ അവരൊക്കെയാണ് ഇന്ന് വലിയ അസംതൃപ്തിയിലുള്ളത്. അവരൊക്കെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് ചോദിക്കുന്നത് ഇതെന്ത് നീതിയെന്ന്. കേരള ഹൈക്കോടതിയിലെ ഏതാണ്ട് 100-120 പ്ലീഡർമാരുടെ നിയമനമുണ്ട്. അപ്പോൾ 100-120 പ്ലീഡർമാരുടെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്നുള്ള പേരുകളിൽ നിന്നാണ് നിയമനം നടത്തിയത് എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. അപ്പോഴാണ് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങുന്നത്, ഇങ്ങനെയൊരു പേര് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല എന്ന്. അതായത് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന സമിതി പറയുകയാണ്, ഇങ്ങനെ 2 പേരുകൾ ഏത് തരത്തിലാണ് എങ്ങനെയാണ് ഈ പട്ടികയിൽ വന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഹൈക്കോടതി യൂണിറ്റ് ഒരു പട്ടിക അയച്ചു, ആ പട്ടിക നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു. നിയമനം വന്നപ്പോഴാണ് അറിയുന്നത് ഈ 2 പേരുകൾ, അതായത് ഇപ്പോൾ വിവാദ വിഷയമായി KSU ഉയർത്തി കാണിക്കുന്ന 2 പേരുകൾ, അതിൽ ഒരാൾക്ക് സംഘപരിവാർ ബന്ധമുണ്ടെന്ന് പറയുന്നു, രണ്ടാമത്തെയാൾ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ SFI അനുകൂല പ്രവർത്തകയാണെന്ന് പറയുന്നു. അപ്പോൾ ഈ 2 പേരുകൾ എങ്ങനെയാണ് ഈ പട്ടികയിൽ വന്നത് എന്നറിയില്ല. മാത്രമല്ല ഈ 2 വ്യക്തികൾക്ക് എങ്ങനെയാണ് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് കിട്ടിയത് എന്നും അറിയില്ല. ഇതാണിപ്പോൾ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ ചില വിശദീകരണം നൽകണം. മുഖ്യമന്ത്രിയെ കാണണം, അനുമതി കിട്ടിയില്ല. ഇനി ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കാൻ KSUവിന് മുഖ്യമന്ത്രിയെ കാണണം. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഇതിനായി മുഖ്യമന്ത്രിയെ കാണാനുള്ള അനുമതി ചോദിച്ചു, കിട്ടിയില്ല, കാത്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നേരത്തെ PM നിയാസ് KPCC ജനറൽ സെക്രട്ടറിയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപം ഉന്നയിച്ചു. അന്നും PM നിയാസ് മുഖ്യമന്ത്രിയെ കാണണം എന്ന ആവശ്യം ഉന്നയിച്ചു, അതിന് താല്പര്യം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു, അനുമതി കിട്ടിയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ KPCC വക്താവ് തന്നെയായ അനൂപ് VR പറയുന്നത് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർക്ക് കാണാൻ അനുമതിയുണ്ട്. ആരാണ്? മറ്റേ ശശികലയെ പോലെ എപ്പോഴും നമ്മൾ വെള്ളാപ്പള്ളി നരേശനെതിരെ വിമർശനം ഉന്നയിക്കുമല്ലോ. അപ്പോൾ വിഷം തുപ്പുന്ന, വർഗീയ വിഷം തുപ്പുന്ന, മനുഷ്യരെ ഭിന്നിപ്പിക്കണമെന്ന് ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശശികലയെ പോലുള്ള ആളുകളെ കാണാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശന് സമയമുണ്ട്. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ സമയമില്ല.
അതേസമയം ഈ നാട് വിഭജിക്കണമെന്നും ഭിന്നിക്കണമെന്നും ആഗ്രഹിക്കുന്ന സംഘപരിവാറിൻ്റെ നേതാക്കളെ കാണാൻ മുഖ്യമന്ത്രി വി ഡി സതീശന് സമയമുണ്ട്. മാത്രമല്ല, ഈ ഹിന്ദു ഐക്യവേദി നേതാക്കൾ ഫേസ്ബുക്കിൽ എഴുതിയത് ഞങ്ങൾ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു, ആ ആവശ്യങ്ങളോട് അനുഭാവപൂർവ്വം എല്ലാ നടപടികളും സ്വീകരിക്കാമെന്ന് ഉറപ്പ് മുഖ്യമന്ത്രി നൽകി. വളരെ നല്ല കൂടിക്കാഴ്ചയായിരുന്നു എന്ന് ഹിന്ദു ഐക്യവേദി നേതാക്കൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതാൻ കഴിയുന്നു. അതേസമയം KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ മുഖ്യമന്ത്രിയെ കാണാനാകുന്നില്ല. അവർക്ക് പറയാനുള്ളത് പരാതിയാണ്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണം. അപ്പോൾ ഇതാണ് മുഖ്യമന്ത്രി വി ഡി സതീശനിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തായിരുന്നു വി ഡി സതീശൻ? കേരളത്തിലെ വലിയ കോൺഗ്രസ് പോരാളിയായിരുന്നു. ഇതാ ഒരു ബദൽ രാഷ്ട്രീയ നയം മുന്നോട്ട് വയ്ക്കുന്ന നേതാവാണ്, പരിസ്ഥിതി MLA ആണ്, പരിസ്ഥിതി പ്രതിപക്ഷ നേതാവാണ്, മറ്റേ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നേതാവാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പോരാളിയായിരുന്നു വി ഡി സതീശൻ. തൊട്ട് പിന്നാലെയാണ് സംഘപരിവാർ നേതാവായ ഒരാളെ സീനിയർ ഗവൺമെൻറ് ലീഡറായി നിയമിക്കുന്നു. അദ്ദേഹത്തിന് പിന്നീട് രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ എന്തായിരുന്നു ആ വിഷയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ വിശദീകരണം എന്ന് പറയുന്നത്? കൃത്യമായി ഒരു വിശദീകരണമൊന്നും നൽകിയിട്ടില്ല. മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ നേരെ തിരിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മറ്റു പല കാരണങ്ങളും പറഞ്ഞ് വഴിതിരിച്ചു വിട്ട് ചില വാർത്താ സമ്മേളനങ്ങളൊക്കെ തന്നെ അറിയാലോ എങ്ങനെയാണ് വാർത്താ സമ്മേളനം നടക്കുന്നതെന്ന്. അതുപോലെ ഒരുപാട് നിയമനങ്ങൾ, ഏതാണ്ട് 3 രാജിയുണ്ടായി ഈ വിഷയത്തിൽ. അഭിഭാഷക നിയമനവുമായി ബന്ധപ്പെട്ട് 3 രാജി ഇതിനകം തന്നെ ഈ സർക്കാരിൻ്റെ 2 മാസത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും തന്നെ പാർട്ടിയുമായി ആലോചിക്കാതെയോ പാർട്ടിയുടെ ഇഷ്ടപ്രകാരവുമോ അല്ല ഇപ്പോൾ നിയമനങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പരാതി നമുക്ക് മാറ്റിവെക്കാം. ഈ ഹൈക്കോടതിയിലൊക്കെ തന്നെ കോടതി വരാന്തകളിൽ പറയുന്ന ചില രഹസ്യ മർമറിങ് ഉണ്ട്. അതായത് 25 ലക്ഷം കൊടുക്കണം, 20 ലക്ഷം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ചില ആരോപണങ്ങളൊക്കെ തന്നെ പലരും അഭിഭാഷകരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ പറയുന്നുണ്ട്. വലിയ കച്ചവടം നടക്കുന്നു എന്നൊക്കെയാണ് ഇവരുടെ ആരോപണങ്ങൾ ഉയരുന്നത്. ചിലർ നിന്നുകൊണ്ട് വലിയ കച്ചവടം ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട്, അഭിഭാഷക നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തുന്നു എന്ന ആക്ഷേപമുണ്ട്. പലർക്കുമെതിരെ ആക്ഷേപമുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നോക്കൂ, 2 മാസത്തിനകം എത്രത്തോളം സങ്കീർണമാണ് പല മേഖലകളിലെയും സാഹചര്യം കേരളത്തിലേത്. അത് ഈ അഭിഭാഷകൻ്റെ നിയമം മാത്രമാണോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനം വിവാദത്തിലായി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ തന്നെ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ വിവാദമായി നിൽക്കുന്ന വൈദ്യുതി പ്രശ്നം, കേരളത്തിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നം, ഇതിലൊന്നും തന്നെ കൃത്യമായൊരു മറുപടി ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്നില്ല, സ്വന്തം പാർട്ടിക്ക് നൽകാൻ കഴിയുന്നില്ല. തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ വിഷയത്തിലൊക്കെ തന്നെ വലിയ തിരുത്തലുകൾ മുഖ്യമന്ത്രി വി ഡി സതീശന് വരുത്തേണ്ടി വരും. മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ശൈലിയിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായിരിക്കെ മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനമോ അല്ലെങ്കിൽ നിലപാടുകളോ ഒന്നുമല്ല മുഖ്യമന്ത്രിയായ ശേഷം വി ഡി സതീശനിൽ കാണുന്നത്. ഇത് വേറെ ഒരു വി ഡി സതീശനാണ്, നേരെ വിപരീതമായി തിരിഞ്ഞ മറ്റൊരു വി ഡി സതീശനാണ്. അവിടെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ്റെ രാഷ്ട്രീയം കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരെയാണ് വി ഡി സതീശൻ ഇവിടെ സഹായിക്കാൻ പോകുന്നത്? എന്താണ് വി ഡി സതീശൻ്റെ ലക്ഷ്യം? അത് നിഗൂഢമാണ്. അത് കോൺഗ്രസിന് പോലും മനസ്സിലാകുന്നില്ല, കോൺഗ്രസിൻ്റെ പോഷക സംഘടനകൾക്ക് പോലും മനസ്സിലാകുന്നില്ല എന്താണ് വി ഡി സതീശൻ എന്നത്. തീർച്ചയായും അതിനെതിരെയുള്ള പടയൊരുക്കം കോൺഗ്രസിൽ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ റോഡരികിൽ അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെയും അന്നത്തെ നേതാക്കന്മാർക്കുമെതിരെയും കരിങ്കൊടി കാണിച്ച് തല്ലുകൊണ്ട്, പോലീസിൻ്റെ തല്ലുകൊണ്ട് തെരുവിൽ വീണ KSU പ്രവർത്തകർ വി ഡി സതീശനെ നോക്കി ചോദിക്കുകയാണ്, നിങ്ങൾ എവിടേക്കാണ് നോക്കുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് തല്ലുകൊണ്ടത്? ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് ജയിലിൽ കിടന്നത്? ആ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ത് മറുപടി പറയും? ആ മറുപടി തൃപ്തികരമല്ല എങ്കിൽ തീർച്ചയായും വലിയ പടയൊരുക്കത്തെ വി ഡി സതീശന് നേരിടേണ്ടി വരും. അത് ചെറുതായിരിക്കില്ല, അത് നിസ്സാരമായിരിക്കില്ല. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ പാർട്ടിയിൽ പടയൊരുക്കുമോ എന്നാണ് ചോദ്യം. സ്മൃതി, പതിവുകൾ വിട്ട് മുഖ്യമന്ത്രിയായ ആളാണ് വി ഡി സതീശൻ. അപ്പോൾ പതിവ് വിട്ടുള്ള പ്രതിഷേധങ്ങൾ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് പാർട്ടിയിൽ തന്നെ ഇരു വിഭാഗമായി നിൽക്കുന്നതിൽ ഒരു വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ജിൻഡോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആയാലും അതിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പരാമർശം ഒരു നീണ്ട പോസ്റ്റാണ്. ആ പോസ്റ്റിൽ വല്ലാത്ത പ്രയോഗങ്ങളുണ്ട്. പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുന്നത് രാജശീലങ്ങളാണല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്തരം പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് ഒരു നീണ്ട പോസ്റ്റ് പാർട്ടിയിലെ ഒരു ജൂനിയറായ നേതാവിന് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി വി ആർ അനൂപ് കുറേ കാലം സ്വതന്ത്രനായിക്കൊണ്ട് കോൺഗ്രസ് അനുഭാവി എന്ന നിലയ്ക്ക് നമ്മുടെ ചർച്ചകളൊക്കെ പങ്കെടുത്ത ആളാണ്.
അതിനുശേഷം അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ പാർട്ടിയിലേക്ക് അംഗത്വം ലഭിക്കുകയും പാർട്ടി വക്താവായി തന്നെ അദ്ദേഹം വരികയും ചെയ്യുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ അങ്ങനെ ഒരു അനുഗ്രഹാശിസോടു കൂടി തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇതിൻ്റെ ശരി തെറ്റുകളിലേക്ക് വരികയാണെങ്കിൽ മുഖ്യമന്ത്രി ഈ ആരോപണം ഉന്നയിച്ച ഘട്ടത്തിൽ അദ്ദേഹം കഴിഞ്ഞ ക്യാബിനറ്റ് യോഗത്തിന് ശേഷമാണ് ഈ വാർത്താസമ്മേളനം നടത്തിയ വാർത്താസമ്മേളനത്തിൽ വിശദമായി തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഇതിൽ ഈ ഹൈക്കോടതിയിൽ നിന്ന് ഈ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ലിസ്റ്റും അതോടൊപ്പം തന്നെ ഹൈക്കോടതി യൂണിറ്റ് നൽകിയ ലിസ്റ്റും ആ ലിസ്റ്റിൽ നിന്നാണ് ഈ പേര് വന്നിരിക്കുന്നത്. അതിൽ AG യുടെ നിർദ്ദേശം ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെയല്ല എങ്കിൽ ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിൻ്റെ പ്രതികരണം എന്താണ്, ഞങ്ങൾ നിർദ്ദേശിച്ച ആളല്ല എന്നാണ്. പക്ഷേ ആ ലിസ്റ്റ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ ലിസ്റ്റിൽ ഈ പേരുകളുണ്ട്, ഈ പറയുന്ന ശരത്തിൻ്റെയും ജിയോണയുടെയൊക്കെ പേരുകളുണ്ട്. അപ്പോൾ ലിസ്റ്റ് തയ്യാറാക്കിയത് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അറിയാതെയാണോ ഈ സ്റ്റേറ്റ് കമ്മിറ്റി റിപ്പോർട്ട് നൽകിയെന്നുള്ളതാണ്. അപ്പോൾ അത് ലോയേഴ്സ് കോൺഗ്രസ് അവിടെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതെങ്ങനെയാണ് സ്റ്റേറ്റ് കമ്മിറ്റി അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകുക, ഈ പേരുകൾ നൽകുക എന്നുള്ള ചോദ്യം. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ യൂണിറ്റും നൽകിയ പേരുകൾ, ആ പേരിൽ നിന്നാണ് ഇതിൽ നിന്നും ആളെ തിരഞ്ഞെടുക്കുന്നതെന്നുള്ളതാണ്. ഇനി നമുക്ക് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ KSUവിൻ്റെ പ്രതിഷേധം വരുന്നുണ്ടല്ലോ. KSUവിൻ്റെ തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റിൽ നിന്ന് വന്നിരിക്കുന്ന വിമർശനമാണ്. ആ വിമർശനം വരുമ്പോൾ അത് പുറത്താണോ പറയേണ്ടതെന്നുള്ള സ്വാഭാവികമായ ചോദ്യമുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ സർക്കാരിനെ നോക്കാം. കഴിഞ്ഞ സർക്കാരിന് ഉദാഹരണമായി എടുക്കാം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് ഒരു പ്രതികരണം നടത്തുമോ? അങ്ങനെ നടത്തില്ല. ഇപ്പോൾ PM ശ്രീയിൽ പോലും അന്ന് സമരങ്ങൾ നടത്തിയിട്ടില്ല. അവർ പ്രതിഷേധം എഴുതി ഒരു കുറിപ്പ് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെയാണ് ചെയ്യുക. ആദ്യം പോയി ഒരു കുറിപ്പ് കൊടുക്കും, അതിനുശേഷം വേണമെങ്കിൽ പ്രതിഷേധിക്കുമെങ്കിൽ SFI പുറത്തു നൽകുന്ന സംഘടനയാണെന്ന് പ്രതിഷേധിക്കാം. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് അതെ, ജനാധിപത്യം, അതെ, അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ എന്താണ് ചെയ്തത്? ഇപ്പോൾ പുറത്ത് പ്രതികരിക്കുകയാണ് ചെയ്തത്. പുറത്ത് പ്രതികരിച്ച ശേഷം പിന്നീട് കാണാൻ അനുമതി നൽകുന്നില്ല എന്ന് പറയുമ്പോൾ ആ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ആ പ്രതികരണം ഒരു നല്ല വിമർശനമായിട്ടാണോ അതല്ലെങ്കിൽ ആ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ടോ എന്നുള്ള കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇനി VR അനുഭവം പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ എന്താണ്, ഇതേ റിപ്പോർട്ടറിന്റെ വേദിയിൽ ഇരുന്നുകൊണ്ടല്ലേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഇത് തീവെട്ടിക്കൊള്ളയാണെന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ കോൺഗ്രസ് നേതാവ് പറഞ്ഞത്? ജനാധിപത്യമായിരുന്നു. അല്ല, ഞാൻ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞത് ഞാനാണോ പറഞ്ഞത്? സുനിലല്ലേ പറഞ്ഞത്? ഞാനിപ്പോൾ പറഞ്ഞു വരുന്നേ ഉള്ളൂ. എന്നോട് ചോദ്യങ്ങൾ ചോദിക്കില്ല, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതാണ് ശരി എന്നതല്ല ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൽ നടക്കുന്ന കാര്യം എൻ്റെ ബോധ്യത്തിൽ വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചാനൽ മുറിയിൽ വന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞ ആളാണ്. ശരി, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇപ്പോൾ ഇതൊരു കാര്യം പറഞ്ഞു വരികയാണ്. ഞാൻ ഇതിൽ ശരി തെറ്റല്ല പറയുന്നത്. ഇതിൽ കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ് പറയുന്നത്. ഞാൻ ഇതിൽ ഒരു ഭാഗത്ത് നിന്നല്ല പറയുന്നത്. ഈ പറയുന്നത് CPM-ലാണെങ്കിൽ ഇങ്ങനെ സാധ്യമാകുമായിരുന്നു, അപ്പോൾ ഇല്ല എന്ന് സുനിൽ പറയുന്നു. ശരി, കോൺഗ്രസിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ വന്നു കണ്ടു എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. സാധാരണ ജനങ്ങൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് അനുവദിച്ച സമയത്തിലാണ് അവരും വന്നിട്ടുള്ള ആ സംഘടന വരുന്നത്. ആ സംഘടനയുടെ പ്രതിനിധികളായി വന്ന ആളുകൾ അവരുടെ നിവേദനം സമർപ്പിക്കുന്നു. അവരുടെ ഒരു ആവശ്യപ്രകാരം ആ ചിത്രമെടുത്ത് Facebook പോസ്റ്റായിട്ട് ഇടുന്നു. രഹസ്യ കൂടിക്കാഴ്ചയില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നതാണ്. മുഖ്യമന്ത്രി എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അങ്ങനെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയായ ആളെ കാണാതിരിക്കേണ്ട കാര്യമില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അതാണല്ലോ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇപ്പോൾ CPM ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ തന്നെ കോൺഗ്രസിനകത്തു നിന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. കോൺഗ്രസിൽ നിന്നും ആർക്കൊക്കെയാണ് അവിടേക്ക് അനുവാദം ലഭിച്ചില്ല എന്ന് പറയുന്നത്? ഒന്ന് പറയുന്നത് അലോഷിക്കാണ് പറയുന്നത്. രണ്ടാമത്തേത് പറയുന്നത് PM നിയാസിനാണ്. PM നിയാസും PM നിയാസിന് ഉണ്ടായ ഒരു എതിർപ്പ് അല്ലെങ്കിൽ PM നിയാസ് കണ്ടെത്തി എന്ന് പറയുന്ന ഒരു കാര്യം, അത് PM നിയാസ് മുഖ്യമന്ത്രി നേരിട്ടാണോ അറിയിച്ചത്? അദ്ദേഹം ഈ പറഞ്ഞത് മാധ്യമങ്ങളിലൂടെ പുറത്തറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പുറത്തേക്ക് അറിയിക്കുകയാണ് ചെയ്തത്. പുറത്തേക്ക് അറിയിച്ചതിന് ശേഷമാണ് പിന്നെ കാണാൻ നോക്കിയത്. പുറത്തേക്ക് അറിയിച്ച് നമ്മുടെ മുന്നിലുണ്ടാവും പ്രതികരണങ്ങളൊക്കെ. പുറത്തേക്ക് അറിയിച്ച പ്രതികരണങ്ങൾ വന്നു, അതിൻ്റെ കുറിപ്പ് ഇറക്കുന്നു, അതിലൊക്കെ Facebook പോസ്റ്റ് ഇടുന്നു. അതിനൊക്കെ ശേഷമാണ് അദ്ദേഹം കാണാൻ ശ്രമിക്കുന്നത്. പിന്നെ കാണാൻ സമയം കൊടുത്തില്ല എന്നുള്ളതിൻ്റെ രാഷ്ട്രീയം, അതിൽ അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കാം. ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് എന്നെ, ജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഞാൻ മുഖ്യമന്ത്രിയായത്. എനിക്ക് ഈ പറഞ്ഞ പാർട്ടിയിൽ നിന്നും വേണ്ടത്ര പിന്തുണ കിട്ടിയിട്ടില്ല എന്നൊരു തോന്നൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ ജനങ്ങളുടെ പിന്തുണയോടെ ഞാൻ മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം കരുതുന്നത്. പക്ഷേ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയോടും അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങളോടും എനിക്കും അത്ര യോജിപ്പൊന്നുമില്ല. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ KSUവിൻ്റെ കാര്യത്തിൽ KSU പറഞ്ഞാലല്ല തീരുമാനമെടുക്കുന്നുള്ള കാര്യം നമുക്കറിയാം. അവരാണോ അത് തീരുമാനിക്കുന്നത് എന്നതല്ലാതെ അത് വേറൊരു രൂപത്തിലും അത് അവതരിപ്പിക്കാൻ കഴിയും. അതിനു പകരം അവരാണോ അത് തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു പ്രതിഷേധമായി വേറെ രൂപത്തിൽ ഉയർന്നു വരികയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്.
അപ്പോൾ അതവിടെ നിൽക്കുന്നു. ഇനി ABVP-യുടെ സജീവ പ്രവർത്തനം പ്ലീഡർ നിയമനം നടത്തുന്നു എന്ന് പറയുമ്പോൾ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശന് ബന്ധമുണ്ട് എന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരുമ്പോൾ അത് എത്രത്തോളം പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് പാർട്ടി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ അത് അകത്ത് പറയുകയും അകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യവുമാണ് എന്നുള്ള കാര്യമാണ്. ഇനി പറയുന്ന KSUവിൻ്റെ സമരകാലം നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാർ 10 വർഷം സമരകാലമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു സംഘപരിവാറിന് വിരുദ്ധമായൊരു സമരം KSU ഏറ്റെടുത്തതായി എൻ്റെ ഓർമ്മയിലില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. സംഘപരിവാറിനെതിരായ ഒരു സമരം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട അടികൊള്ളുന്ന സമരമോ അല്ലെങ്കിൽ വലിയ വെള്ളം ചുറ്റുന്ന സമരമോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ സർക്കാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എനിക്കറിയുന്ന യൂത്ത് കോൺഗ്രസിലെ നേതാക്കളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ആ കേന്ദ്രത്തിനെതിരായ വിഷയങ്ങൾ ഏറ്റെടുക്കാത്തത്? അല്ല, ഇവിടെ ഇപ്പോൾ നമുക്ക് വിമർശിക്കേണ്ടത് ഇവിടെയാണല്ലോ, ഈ സർക്കാരിനെതിരെയാണല്ലോ എന്ന് പോലും പറയുന്ന കണ്ടിട്ടുണ്ട്. അത്ര പോലും വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ട വിഷയങ്ങളുണ്ടായിട്ടും അത്തരം കാര്യങ്ങൾ പ്രതികരിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ABVP പഠനകാലത്ത് ABVP ആയിരുന്നു എന്ന് പറയുന്ന ആൾ, അങ്ങനെയെങ്കിൽ പഠനകാലത്ത് ABVP ആയിരുന്ന ആൾ എങ്ങനെയാണ് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ വന്നത് അല്ലെങ്കിൽ ലോയേഴ്സ് കോൺഗ്രസിൽ ഭാഗമായത് എന്നുള്ളത് ലോയേഴ്സ് കോൺഗ്രസ് പരിശോധിക്കേണ്ട കാര്യമാണെന്നേ. അങ്ങനെ പരിശോധിച്ചിട്ടാണ് ആ ലിസ്റ്റ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ അടുത്ത് തന്നെ പോയ ലിസ്റ്റിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ല എന്ന് ലോയേഴ്സ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ലിസ്റ്റ് ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആ ലിസ്റ്റിലുള്ള മറുപടി ലോയേഴ്സ് കോൺഗ്രസ് നൽകേണ്ടതുണ്ട്. അപ്പോൾ അത് ഏറ്റുപിടിക്കുന്ന ചില നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാകാമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു പ്രതികരണം നടത്താൻ കഴിയില്ല എന്ന് ഞാൻ കരുതുന്നു. താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി എന്നുള്ള പ്രതികരണങ്ങളും, അതായത് മുഖ്യമന്ത്രി VD സതീശനെ പിന്തുണയ്ക്കുന്ന പ്രതികരണങ്ങളും ചില നേതാക്കളുടെ പോസ്റ്റുകളായി നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇപ്പോൾ രാജു പി നായരുടെയും പിന്നെ ചാണ്ടി ഉമ്മൻ്റെ പ്രതികരണം വന്നു, പിന്നെ നിജേഷ് അരവിന്ദിൻ്റെ പ്രതികരണം. അപ്പോൾ അങ്ങനെ പ്രതികരണങ്ങൾ രണ്ട് കൂട്ടരുടെ പ്രതികരണങ്ങളും വരുന്നു. ഇനി കോൺഗ്രസിലെ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രതികരണങ്ങളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. അതല്ല, മുഖ്യമന്ത്രി VD സതീശന് ഭരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ കല്ലും മുള്ളും തുടർച്ചയായി ഉണ്ടാകുമെന്നുള്ള ബോധ്യം കൂടി അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ശരിതെറ്റുകൾ കൃത്യമായി നിർണ്ണയിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ VM സുധീരനുമായി ബന്ധപ്പെട്ട് VM സുധീരൻ നടത്തിയ പരസ്യ പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് VM സുധീരൻ VD സതീശനെ പിന്തുണച്ചുകൊണ്ട് നടത്തിയ പ്രതികരണമാണ്. VM സുധീരന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് കൂടി മുഖ്യമന്ത്രി പറഞ്ഞ വാചകം കൂടി ഇന്ന് വന്നിട്ടുണ്ട്. VD സതീശനെതിരെ പാർട്ടിയിൽ പടയൊരുക്കുമോ എന്നാണ് ചോദ്യം. പടയൊരുക്കമാണോ മാധു? പടയൊരുക്കമാണ്. ഈ പട പ്രവചിക്കപ്പെട്ട പടയല്ല, അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് വരുത്തിവെച്ച പട കൂടിയാണ്. നമുക്ക് രാഷ്ട്രീയം പറയുമ്പോൾ സ്വാഭാവികമായും അത് നടത്താനാണെങ്കിൽ പറഞ്ഞാൽ മതി, നിലപാടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നതുണ്ട്. ഈ കാര്യത്തിൽ ഇപ്പം VD സതീശൻ KSUവിൻ്റെ നേതാവായിരുന്ന ഒരാളാണ്. തേവര കോളേജിലെ KSUവിൻ്റെ തീപ്പൊരിയായിരുന്നു. അവിടെ നിന്ന് വളർന്നു വന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന മുഖ്യമന്ത്രി കസേരയിൽ നിൽക്കുന്ന ആൾ ഒരിക്കലും ചോദിക്കാൻ പാടുള്ള ഒന്നല്ല അവർക്കൊന്നും ഒരു കാര്യവുമില്ല എന്നത്. അങ്ങനെയാണ് എങ്കിൽ CPM അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഇവരൊക്കെ തീരുമാനിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടായിട്ടാണോ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞിരുന്നത്? അല്ലല്ലോ. VD സതീശൻ പറയുന്നതുകൊണ്ട് സർക്കാരിൻ്റെ നയത്തിലും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ നിലപാടിലും എന്തെങ്കിലും മാറ്റം വരുമെന്ന് വിചാരിച്ചിട്ടാണോ തുറന്നെതിർത്തിരുന്നത്? രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടാണ് ആളുകൾ രാഷ്ട്രീയം തിരഞ്ഞെടുക്കുന്നത്. അത് KSUവിലൂടെ ആണെങ്കിലും SFIയിലൂടെ ആണെങ്കിലും മറ്റേത് രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിൽ നിന്നാണെങ്കിലും അവരവിടെ നിന്നാണ് ചോദിക്കാൻ പഠിക്കുന്നത്. അവരുടെ ആത്മാഭിമാനത്തെ നിങ്ങൾ മിണ്ടേണ്ടതില്ല, നിങ്ങൾക്കിതിൽ കാര്യമില്ല എന്ന് പറഞ്ഞ് വളർത്താൻ കഴിയില്ല. അങ്ങനെ KSUവിൻ്റെ കുട്ടികൾ മിണ്ടാമൂളികളായ രാഷ്ട്രീയത്തിൽ നിൽക്കണമോ എന്നുള്ളത് VD സതീശൻ്റെ ചോയ്സാണ് എന്ന് അദ്ദേഹം വിചാരിക്കരുത്. അത് അവരുടെ ചോയ്സാണ്. അവർ KSUവിൽ വന്നത് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, KSUവിൽ എന്നതുള്ളതല്ല. ഏതു രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും നാട്ടിൽ ഈ പറയുന്ന നമ്മൾ പറയാറുണ്ട്, ജൻസികളൊന്നും രാഷ്ട്രീയത്തിൽ അത്ര സജീവമല്ല എന്ന് പറയാറുണ്ട്. രാഷ്ട്രീയം തിരഞ്ഞെടുക്കുന്ന ചെറുപ്പക്കാർ മിണ്ടാനും ചോദിക്കാനും പറയാനും വേണ്ടി വന്നാൽ സമരം ചെയ്യാനും വേണ്ടിയിട്ടാണ് രാഷ്ട്രീയം തിരഞ്ഞെടുക്കുന്നത്. KSUവിൻ്റെ യൂണിറ്റ് കമ്മിറ്റി തീരുമാനിച്ചാലാണോ പ്ലീഡർ നിയമനം? അങ്ങനെയല്ല. ഏത് വിഷയമുണ്ടെങ്കിലും അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് അവർ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ കൂടിയാകുന്നത്. അപ്പോൾ അവരോട് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അലോഷ്യസ് സേവ്യർ ഈ കാര്യത്തിൽ ധീരമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ധിക്കാരികളാണെങ്കിൽ ഞങ്ങൾ ഒരു കൂട്ടം ധിക്കാരികളാണ് എന്ന് തന്നെ കരുതിക്കൊള്ളൂ എന്ന് തന്നെയാണ് KSUവിൻ്റെ അധ്യക്ഷൻ പറയേണ്ടത്. നോക്കൂ, VD സതീശനെ കണ്ടുകൊണ്ടല്ല KSUവിലേക്ക് പുതിയ വിദ്യാർത്ഥികൾ വരുന്നത്, KSUവിൻ്റെ അധ്യക്ഷനെ കണ്ടിട്ടാ. അങ്ങനെ മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന അധ്യക്ഷനുള്ള രാഷ്ട്രീയ പാർട്ടിയിലേക്ക്, വിദ്യാർത്ഥി സംഘടനയിലേക്ക് നാളെ ആര് വരും? അപ്പോൾ KSUവിൻ്റെ കൂമ്പടഞ്ഞു പോയിക്കോട്ടെ എന്നാണോ മുഖ്യമന്ത്രി വിചാരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇപ്പം ഈ KKB ആദിൽ എന്ന് പറയുന്ന KSUവിൻ്റെ നേതാവ് പറയാണ്, മുക്കാൽ പിണറായിയെ അല്ല ഞങ്ങൾ അധികാരത്തിലേറ്റിയെന്ന്. മിസ്റ്റർ പിണറായി വിജയൻ, പിണറായി വിജയൻ ഉണ്ടായിരുന്നപ്പോൾ SFIക്കാരെ അധിക്ഷേപിച്ചിട്ടില്ല.
അവരെങ്ങനെയാണ് അപ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളുടെ നേതാവിനെ മുക്കാൽ പിണറായി എന്ന് വിളിക്കുക? മുഴുവൻ പിണറായി SFIയുടെ ഈ പറയുന്ന അവരുടെ ആത്മവിശ്വാസത്തിന് വേണ്ടിയിട്ടും അവരുടെ സമരങ്ങൾക്കുമൊക്കെ മുഴുവനും പിന്തുണ നൽകിയ ആളാണ്. നിങ്ങളുടെ നേതാവ് നിങ്ങളെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നേതാവിനെ പറഞ്ഞാൽ മതി. പിണറായി വിജയൻ്റെ പുറകെ പോവേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. ഡോക്ടർ ജിൻഡോ ജോൺ, അദ്ദേഹം ആരുടെയും അനുഗ്രഹാശിസുകളോട് കൂടിയാണ് ഈ പ്രതികരണം നടത്തിയതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമുണ്ടായപ്പോൾ ആര് പറയും എന്നൊരു ചോദ്യമുണ്ടായപ്പോൾ ഡോക്ടർ ജിൻഡോ ജോണിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആദ്യം ഞാൻ വായിക്കുന്നത്. വളരെ ശക്തമായ, വളരെ ധീരമായ നിലപാടാണ് ഡോക്ടർ ജിൻഡോ ജോൺ അന്ന് എടുത്തത്. നമുക്ക് ഒറ്റയ്ക്ക് നിലപാടെടുത്ത VM സുധീരൻ വലിയ ഈ പറയുന്ന ആദർശധീരനാണ് എങ്കിൽ, ഒറ്റയ്ക്ക് പല നിലപാടുകളും എടുത്ത VD സതീശൻ ആദർശവും നിലപാടുകളും ഉള്ള ആളാണെങ്കിൽ, ഒറ്റയ്ക്ക് നിലപാടെടുക്കുന്ന ഡോക്ടർ ജിൻഡോ ജോണും അങ്ങനെ തന്നെയായിരിക്കും. അതിനുള്ള പ്രായവും അതിനുള്ള കാര്യപ്രാപ്തിയും അതിനുള്ള സ്ഥാനവും ഒക്കെ ഡോക്ടർ ജിൻഡോ ജോണിനും നമ്മൾ കൽപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അങ്ങനെ ആരുടെയെങ്കിലും അതാണ് ഞാൻ പറഞ്ഞത്, ഇത് പ്രഡിക്റ്റ് ചെയ്യപ്പെട്ട പടയല്ല, അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് വീണ്ടും ഈ പറയുന്ന അങ്ങനെ ഒരു പട സ്വാഭാവികമായും കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോഴുണ്ടാകുന്നത് അതല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ VR അവർക്ക് പ്രഖ്യാപിത KC അനുകൂലികളാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. പക്ഷേ എല്ലാവരെയും നമ്മൾ ആ കൂട്ടത്തിൽ കൂട്ടരുത്. ഒരവസരം കിട്ടുമ്പോൾ അവസരം എന്തിനാണ് കൊടുക്കുന്നത് എന്നതുകൂടി ഒരു ചോദ്യമുണ്ട്. ലോയേഴ്സ് കോൺഗ്രസിന്റെ ലിസ്റ്റിൽ TS ശരത്തുണ്ട്. ആ ലിസ്റ്റിന്റെ താഴെ, ആ പട്ടികയിൽ താഴെ അഡ്വക്കേറ്റ് PK അബ്ദുൾ റഹ്മാൻ എന്ന അവരുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ ഒപ്പുവെക്കുന്ന സമയത്ത് 10-20 പേരുടെ പട്ടിക ഒന്ന് വായിച്ചു നോക്കാനുള്ള പ്രാഗൽഭ്യവും കാര്യപ്രാപ്തിയും അദ്ദേഹത്തിനില്ലെങ്കിൽ രാജിവെച്ച് പോകുന്നതാണ് നല്ലത്. ഈ മുഴുവൻ ലിസ്റ്റും അവിടെ തിരുവനന്തപുരത്തേക്ക് അയച്ചു കൊടുത്തിട്ട് ഈ സമയത്ത് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുകയല്ല അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം. ഒരുപാട് ലിസ്റ്റുണ്ട്, അതിൽ 8ാമത്തെ ലിസ്റ്റിലാണെന്ന് തോന്നുന്നു. ഇപ്പം ഓരോ ലിസ്റ്റുകളായിട്ടുണ്ട്. എല്ലാ പേജിന്റെയും അടിയിൽ ടിയാൻ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ 10-20 പേർ എന്ന് പറഞ്ഞത്. എല്ലാ പേപ്പറിന്റെയും അടിയിൽ അദ്ദേഹം ഒപ്പുവെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ്, ആ പേപ്പർ ഒപ്പുവെക്കുന്ന സമയത്ത് ഒന്ന് വായിച്ചു നോക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അന്ന് തന്നെ ഈ ലിസ്റ്റ് ഞങ്ങൾ അയക്കുന്നില്ല എന്ന് തീരുമാനമെടുക്കണം. നമ്മൾ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അത് നിർവഹിക്കുകയും ചെയ്യുന്നതിൽ ഉത്തരവാദിത്തമില്ലാത്തവരാണ് മുകളിലിരിക്കുന്നവരുടെ വലിയ ഉത്തരവാദിത്തങ്ങളെ ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്നത്. സാർ പറയും. മുൻപ് രാജിവെച്ചവരുടെ പേര് അതിനകത്ത് ഉണ്ടായിരുന്നു? എനിക്കറിഞ്ഞൂടാ. അതാ പറഞ്ഞേ. മനസ്സിലായില്ല, പറയൂ. ഇപ്പം ഈ ഒരാളുടെ പേരാണല്ലോ മാധവ് പറഞ്ഞത്. ടി ശരത്തിന്റെ പേരുണ്ട്. അപ്പൊ അതിന് മുൻപ് രാജിവെച്ച പ്രദീപൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒക്കെ പേര് ഈ ലിസ്റ്റിലുണ്ടായിരുന്നോ? കൊടുത്ത ലിസ്റ്റിലുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാ GP ആയിട്ട് ഇപ്പോഴത്തെ വിവാദം ഇതല്ലേ? ഇതെല്ലാം നമ്മൾ അതിനെ നിശ്ചിതമായി ഞാൻ പറഞ്ഞത് അത് സ്പെഷ്യൽ പ്ലീഡർ. ഞാൻ എന്താണ് പറയുക, ഈ പ്ലീഡർ നിയമന വിവാദമാണല്ലോ പ്രശ്നം. ചിത്രയുടെ പേര് വന്നത് എങ്ങനെയാണ്? ഇതിനകത്തുണ്ട് സാർ. നമ്മൾ അതിനെ മാധു പറഞ്ഞത് ശരിയാണ്. മാധു പറഞ്ഞത് തെറ്റാന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് VD സതീശൻ പറഞ്ഞായിരുന്നു. VD സതീശൻ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് അവിടുന്ന് കിട്ടി ലിസ്റ്റ് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിയമനം നടത്തുന്നത് പറയുമ്പോൾ അവിടുന്ന് കിട്ടി ലിസ്റ്റ് അടിസ്ഥാനത്തിൽ മാത്രമേ നിയമനം നടത്താൻ പാടുള്ളൂ. വേറെ ആൾക്കാരെ കുത്തിക്കയറ്റാൻ പാടില്ല. ശേഷമാണ് ഇത് അവിടെ നിന്ന് മാത്രമുള്ള വീഴ്ചയല്ല, ഇത് ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒറ്റ കേസിലേ ഉള്ളൂ. അമൽദർശന്റെ കാര്യത്തിലില്ല, ചിത്രയുടെ കാര്യത്തിലില്ല, ബാക്കി രാജശ്രീയുടെ കാര്യത്തിലില്ല. ഞാൻ അതിനിപ്പം ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ. ഇനിയിപ്പോൾ ഞാനത് പറയേണ്ടതുമില്ലല്ലോ അല്ലേ? അപ്പോൾ ഈ കാര്യം ലോയേഴ്സ് കോൺഗ്രസിന്റെ ലിസ്റ്റിലുള്ള ആളാണ്. ഇനി അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? VD സതീശൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് സ്വജനപക്ഷപാതമാണ് എന്നാണ്. P രാജീവൊക്കെ ഉന്നയിക്കുന്ന ആരോപണം ശരിയാണ്. എല്ലാ കാലങ്ങളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അധികാരത്തിലിരിക്കുമ്പോൾ അവരവരുടേതായിട്ടുള്ള സംഘടനകളിൽ നിന്നാണ് നിയമനം നടത്തുന്നത്. അങ്ങനെ നടത്താൻ പാടില്ല. പക്ഷപാതമാണ്. സ്വന്തം പാർട്ടിക്കാർ നൽകുന്ന ലിസ്റ്റിൽ നിന്ന് നല്ല പ്ലീഡർമാരെ നിയമിക്കേണ്ടതെന്നാണ് വൈപ്പ് നിയമപരമായി. പക്ഷെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന UDF-ലുള്ള നേതാക്കൾ തന്നെ, അഭിഭാഷകർ തന്നെ വളരെ വ്യക്തിപരമായി സംസാരിക്കുന്ന സമയത്ത് ആ പറയുന്നതിലൊരു രാഷ്ട്രീയ പ്രശ്നമുണ്ട്, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞ പല നിയമനങ്ങളും ശേഷാദ്രിനാഥന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു? സംഖ്യകളെ നിയമിച്ചു എന്നുള്ള ആരോപണമാണ് ഉയർന്നത്. ഈ സ്വജനപക്ഷപാതമാണ് നടത്തുന്നതെന്ന് ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മുഖ്യമന്ത്രി പറഞ്ഞോ? ഇല്ലേ? അല്ല, P രാജീവ് സ്വജനപക്ഷപാതം, എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് സ്വജനപക്ഷപാതം നടത്തുന്നതെന്ന് പറയാണ്. എന്നിട്ട് ഈ കാര്യങ്ങൾ പറയാണ് സ്വജനപക്ഷപാതം നടത്തി എന്ന് P രാജീവ് ആരോപിക്കുകയാണ്. ആരോപണത്തിന് മറുപടി എന്താണ്? അദ്ദേഹം പറയുന്നത് എന്താ? സ്വജനപക്ഷപാതമാണ് നടത്തുന്നതെങ്കിൽ എല്ലാ പാർട്ടികളും സ്വജനപക്ഷപാതമാണ് നടത്തുന്നത് അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം കഴിഞ്ഞ ദിവസം
ശേഷാദ്രിനാഥിന്റെ നിയമനം ഉണ്ടായപ്പോൾ സംഘികൾക്ക് നിയമനം കൊടുക്കുന്നു. ടി എസ് ശരത്തിന്റെ നിയമനം ഉണ്ടായപ്പോഴും സംഘികൾക്ക് നിയമനം കൊടുക്കുന്നു. ഇനി SFIക്കാരായ ആളുകൾക്ക് നിയമനം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടും രാജി ഉണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ നിന്നാണ് പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സ്വന്തം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അല്ല നിയമനം നടത്തേണ്ടത്. ഈ രണ്ട് കാര്യത്തിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പി രാജീവും ഇപ്പോൾ PM മുഹമ്മദ് റിയാസും എല്ലാം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നിയമനം നടത്തിയപ്പോഴും വിമർശിച്ചു, കോൺഗ്രസിനുള്ളിൽ നിന്ന് നിയമനം നടത്തിയപ്പോഴും വിമർശിച്ചു. അത് സ്വജനപക്ഷപാതം, മറ്റത് സംഘികൾക്ക് വേണ്ടിയുള്ള വഴിവിട്ടൽ. ഈ രണ്ട് കാര്യത്തിലും വിമർശിച്ചു. അതിൽ കൃത്യമാണ് വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ കോൺഗ്രസിന്റെ ലിസ്റ്റിൽ നിന്നാണ് എന്ന് പറഞ്ഞത് സ്വജനപക്ഷപാതത്തിന്റെ തെളിവ് തന്നെയാണെന്ന് രാഷ്ട്രീയ വിമർശനം നമുക്ക് ഉന്നയിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി വേറെയും പ്രശ്നങ്ങളുണ്ട്. ഇത്രയും കാലം 10 വർഷം അധികാരത്തിനപ്പുറത്തിരുന്ന് ഈ പറയുന്ന രക്ഷാപ്രവർത്തനം, ഈ പറയുന്ന പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വേട്ടയാടൽ, സമരങ്ങൾ, ഡിവൈഎഫ്ഐക്കാരുടെ പ്രതിഷേധങ്ങൾ, പലപ്പോഴും ക്യാമ്പസുകളിലുണ്ടാകുന്ന കലാപങ്ങൾ, അതിൻ്റെ പേരിൽ ഏൽക്കേണ്ടി വരുന്ന മർദ്ദനങ്ങൾ, ഇങ്ങനെ പലതും. അതാണ് ഡോക്ടർ ജിൻഡോ ജോണിന്റെ പോസ്റ്റ് വളരെ വൈകാരികമാണ്. കാല് ചവിട്ടി ഒടിച്ച ആളുകൾ, സമരത്തിന്റെ ഭാഗമായി കാല് ചവിട്ടി ഒടിച്ച ആളുകൾ പിന്നീട് ഈ സർക്കാർ അധികാരത്തിൽ വന്ന് ദിവസങ്ങൾക്കുള്ളിൽ, പീഡന നിയമനമൊന്നും പൂർത്തിയായിട്ടൊന്നുമില്ല, ദിവസങ്ങൾക്കുള്ളിൽ അധികാരത്തിന്റെ ഭാഗമായി കിട്ടുന്ന സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് സ്വാഭാവികമായും KSUക്കാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഒക്കെ വേദനയുണ്ടാകുന്ന സംഭവങ്ങൾ തന്നെയാണ്. അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടവന്റെ ആരും ഇനി കോൺഗ്രസിലില്ല എന്ന് അവരാരും കരുതുന്നില്ല. ഈ പറയുന്ന നോക്കൂ, വി ഡി സതീശൻ ഒരു തവണ മാത്രമാണ് പരാജയപ്പെട്ടത്, പിന്നീട് തുടർച്ചയായ വിജയങ്ങളാണ് ഉണ്ടാകുന്നത്. അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണമെന്ന് തീരുമാനിക്കാൻ കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കളുണ്ടായിരുന്നു. നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെന്ന് വിചാരിക്കാൻ ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയത്തിൽ തട്ടുകേടുണ്ടാകുമെന്ന് വിചാരിക്കുമ്പോൾ VM സുധീരനെ പോലെയുള്ള ആളുകൾ നെഞ്ചും വിരിച്ച് ഇറങ്ങി നിൽക്കാനുണ്ട്. ഇവരൊന്നുമില്ലാത്ത, ഗോഡ് ഫാദേഴ്സ് ഇല്ലാത്ത എത്രയോ ആളുകൾ ഒന്നും ആകാതെ പോയിട്ടുണ്ട്. 50 വർഷമായിട്ടും എവിടെയും ഒന്ന് അക്കോമഡേറ്റ് ചെയ്യപ്പെടാത്ത പോകുന്ന ആളുകൾ എത്ര പേരുണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ കാര്യം എങ്ങനെയാണെന്നറിയാമോ? മുമ്പ് ആലപ്പുഴയിലെ ചില നേതാക്കൾ പറഞ്ഞിട്ടുമുണ്ട്, ആദ്യം അവരോട് ചോദിക്കും, നിങ്ങൾ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, നിങ്ങൾ കുറച്ചും കൂടെ കാലം കഴിയട്ടെ, അങ്ങനെ പോകും. കുറച്ചും കൂടെ കാലം കഴിയുമ്പം കുറച്ചും കൂടി യങ്ങറായിട്ടുള്ള ആളുകൾ വരട്ടെ. അങ്ങനെ ജീവിതകാലം മുഴുവനും ഒരു പോസ്റ്റും കിട്ടാതെ, എന്നാൽ സ്വന്തമായിട്ടുള്ള ആസ്തി വരെ വിറ്റ് രാഷ്ട്രീയം നടത്തി തൊലഞ്ഞു പോകുന്ന ആളുകളുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വീണു പോകുന്ന ആളുകളുണ്ട്. കേസുകളുടെ കൂമ്പാരം തലയിലേറ്റി പോകുന്ന ആളുകളുണ്ട്. ഇവർക്കൊന്നും കിട്ടാത്ത ഈ പറയുന്ന എല്ലാ പ്രിവിലേജുകളും അനുഭവിച്ചിട്ട് അധികാരത്തിലേക്ക് വന്നതിന് ശേഷം, അതാണ് ഡോക്ടർ ജിൻഡോ ജോൺ പറയുന്നത്, കാലിലെ പൊടി തട്ടിക്കളയുന്ന ലാഘവത്തോടുകൂടി ഈ കൈപിടിച്ച് കയറ്റിയവരെ തട്ടിക്കളഞ്ഞിട്ട് പോകുന്ന സ്വഭാവം എന്ന് പറയുന്നത് അത് തിരിഞ്ഞു കുത്തപ്പെടും എന്നുള്ളതാണ്. ഇനി പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടൊരു പടയുണ്ടല്ലോ, അത് ഈ വരുന്ന 5 വർഷക്കാലവും വി ഡി സതീശനെ വാഴിച്ചേക്കാമെന്ന് ഈ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ എതിരിൽ നിന്ന ആളുകളൊക്കെ വിചാരിച്ചിട്ടുണ്ടെന്ന് ഞാനും വിചാരിക്കുന്നില്ല. നമ്മളിവിടെ മുൻപും അത് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ സ്മൃതി മാഡം പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശൻ ഒറ്റയ്ക്കാണെന്ന്, വി ഡി സതീശനെങ്കിലും തിരിച്ചറിയണം എന്നുള്ളത്. അങ്ങനെ ഒരു പാളയത്തിൽ പട അപ്പുറത്ത് കോപ്പ് കൂട്ടി നിൽക്കുന്നുണ്ടോ എന്ന ജാഗ്രത മുഖ്യമന്ത്രിക്കില്ല എങ്കിൽ അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ കോൺഗ്രസ് ഒരു തുറന്ന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്നും അതിന് നേരത്തെ അനുഗ്രഹാശിസുകൾ ഉണ്ടെന്ന് പറഞ്ഞ ആളുകളൊക്കെ പൂർണ്ണ അകമഴിഞ്ഞ പിന്തുണ നൽകുമെന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. ഇനി ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാത്രമാണ് നിൽക്കുന്നത്. മറ്റുള്ളവരിൽ പലരും അതിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ആ വിഷയത്തിൽ ആദ്യം പ്രതികരിച്ചതാരാ? ആ വിഷയത്തിൽ CPM പോലും നിലപാടെടുക്കുന്നതിന് മുമ്പ് ഈ പ്രതികരണങ്ങൾ നടത്തിയവരിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെയുണ്ട്. എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടായപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെയുണ്ട്. ഇത് തുറന്ന ജനാധിപത്യത്തിന്റെ പ്രഘോഷണമൊന്നുമല്ല. അത് വെട്ടാൻ പറ്റുന്നിടത്ത് വെട്ടാനും, കുത്താൻ പറ്റുന്നിടത്ത് കുത്താനും, തള്ളിപ്പറയാനിടത്ത് തള്ളിപ്പറയാനും, ഇമേജ് തകർക്കാൻ കഴിയുന്നിടത്ത് ഇമേജ് തകർക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു സംഘം അപ്പുറത്തുണ്ട് എന്നോ അല്ലെങ്കിൽ ഇപ്പുറത്തുണ്ട് എന്നോ തിരിച്ചറിയാതെ മുന്നോട്ട് പോകാനാണെങ്കിൽ അതിൻ്റെ ഇനി ഞാനതിനെ നേരിട്ട് കൊള്ളാം എന്ന് വേണമെങ്കിൽ നിലപാടെടുക്കാം. പക്ഷെ അതിന് ഒരു ന്യായമുണ്ടാകണം, നീതി ഉണ്ടാകണം എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും തള്ളി പറഞ്ഞുകൊണ്ടൊന്നും അത് സാധ്യമാകില്ല എന്നുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് അക്കൗണ്ടബിളായി കാര്യങ്ങൾ ചെയ്യേണ്ട എത്രയോ കാര്യമുണ്ട്. ഇവിടെ പവർ കട്ടുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നം നടക്കുന്നത് സർക്കാർ അതിന് അഡ്രസ്സ് ചെയ്യണ്ടേ, അതിന് മറുപടി പറയണ്ടേ? എങ്ങനെയാണ് ഇത്രയും വലിയ പ്രതിസന്ധി ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക? ഇനി വൈദ്യുതി പ്രതിസന്ധിയാണ്, ഡാമുകളിൽ വെള്ളമില്ല, ഉപഭോഗം കൂടി, ഏതാണ്ട് 8 ലക്ഷം യൂണിറ്റിന്റെ ഉപഭോഗം കൂടിയിട്ടുണ്ട് എന്ന് വൈദ്യുതി മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു. കഴിഞ്ഞ വർഷവുമായി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ശരി, പ്രതിസന്ധിയുണ്ട്, കറണ്ട് കട്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, നടക്കട്ടെ, അതിനൊരു സമയം ഫിക്സ് ചെയ്യണ്ടേ? വൈദ്യുതി മന്ത്രി വളരെ കൃത്യമായി ഇതിനൊരു തീരുമാനമെടുക്കണ്ടേ? എത്ര ദിവസമായി ഈ പരിപാടി തുടങ്ങിയിട്ട്? തീരുമാനമെടുത്ത് ജനങ്ങളോട് ഇന്നതാണ് പ്രതിസന്ധി, ഇത്രയാണ് പ്രശ്നം, അതുകൊണ്ട് കറണ്ട് കട്ട് ഏർപ്പെടുത്തുകയാണ്, വൈകുന്നേരം 8 മണി മുതൽ 8:30 വരെ കറണ്ട് ഉണ്ടാകില്ല, ഇന്ന സ്ഥലത്ത് ഇന്ന ഇതുപോലെയാണെന്ന് പ്രഖ്യാപിക്കണ്ടേ? ഇതൊന്നും ചെയ്യാതെ ഇന്ന് തൃശ്ശൂർ ഒരു KSEB ഓഫീസർക്ക് മുളവടി കൊണ്ട് തല്ല് കിട്ടി. അയാൾ എന്ത് ചെയ്തിട്ടാ? ആ മുളവടി കൊണ്ടുള്ള തല്ല് യഥാർത്ഥത്തിൽ മന്ത്രിമാർക്കാണ് കിട്ടിയത് എന്ന് കണക്ക് കൂട്ടാമെന്ന് പറയും. നമ്മൾ ഈ മറ്റേ ഗോഡ് ഫാദറിനകത്ത്
എനിക്ക് ഇത് പറ്റാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ചേട്ടനെ ടർണം പൊട്ടിക്കുന്നുണ്ടല്ലോ, അല്ല അനിയനെ ടർണം പൊട്ടിക്കുന്നുണ്ടല്ലോ, ആ നിലയ്ക്ക് എന്ന് കരുതിയാൽ മതി എന്നുള്ളതാണ്. ആ അടി യഥാർത്ഥത്തിൽ അധികാരത്തിന് കിട്ടിയ അടിയാണ്. ആ പാവപ്പെട്ട മനുഷ്യൻ സർക്കാർ ജോലി കിട്ടുന്നത് കൊണ്ട് അത് മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയി എന്നേ ഉള്ളൂ. ഡിവൈഎഫ്ഐക്കാർ യൂണിറ്റിൽ കയറിയിരുന്ന് ഈ KCBയുടെ ഓഫീസിൽ കയറിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. എന്താ ലോകകപ്പ് കാണാൻ പറ്റില്ല, 12:30-ക്കൊക്കെ കറണ്ട് കട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുക. അതിൻ്റെ ഘടകവിരുദ്ധത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് സണ്ണി എന്നാണ്, പക്ഷെ തീരെ വെളിച്ചമില്ല എന്ന്. ഈ ട്രോളുകളാണ് ഇതൊക്കെ. ഈ സർക്കാരിനെ ജനം വിശ്വസിച്ച് അധികാരത്തിലേറിയ സർക്കാരിനെയാണ്. ശരിയാണ്, കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്താണ് ആദ്യമായി പാർക്കിട്ടുണ്ടായത്. ആ പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കാം. പക്ഷേ ഇതിനൊന്നിനും നേരമില്ല എന്നുള്ളതാണ്. സണ്ണി ജോസഫിന് എത്രയോ ദിവസം കൂടിയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കണ്ടത്. പഴയ കോൺഗ്രസ് കാലത്താണെങ്കിൽ കോമഡി എന്ന് പറയുമ്പോൾ ഏപ്രിൽ 25 യൂത്ത് കോൺഗ്രസ്സുകാർ മെഴുകുതിരി കത്തിച്ച് KCBയുടെ ആസ്ഥാനത്ത് പ്രതിഷേധിച്ചു. എന്നാൽ DYFIക്കാർ വേറെ യൂണിറ്റിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. ഇടയ്ക്ക് നടന്ന ഒരു രാഷ്ട്രീയ മാറ്റം മാത്രമാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഓക്കെ, പാർട്ടിയിൽ പടയൊരുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോട്, കോൺഗ്രസിന്റെ നേതാവിനോട്. പ്രതിപക്ഷ നേതാവായിരുന്ന ഒരു കാലഘട്ടത്തിൽ പാർട്ടിയിൽ പറയേണ്ടതെല്ലാം ചാനൽ മുറികളിൽ വന്നിരുന്ന് വെട്ടിത്തുറന്നു പറഞ്ഞ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ തീവെട്ടിക്കൊള്ളയെന്ന് ഇതേ റിപ്പോർട്ടറിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു പറഞ്ഞ അന്നത്തെ യുവ നേതാവായ ഹരിത MLA ആയിരുന്ന VD സതീശൻ പറയേണ്ട ഒരൊറ്റ ചോദ്യത്തിനുള്ള മറുപടിയാണ് KPCCയുടെ സെക്രട്ടറിയായ PM നിയാസിനില്ലാത്ത എന്തു പ്രിവിലേജാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതാവായ ശശികലയ്ക്കുള്ളത്? PM നിയാസിനെ കാണാൻ എന്താണ് അങ്ങേക്ക് വൈഷമ്യമുണ്ടായിരുന്നത്? പാർട്ടിയുമായി ബന്ധപ്പെട്ട കോഴിക്കോട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നടങ്കം PM നിയാസുമായി ബന്ധപ്പെട്ട് ആ വിഷയം ചർച്ച ചെയ്ത ഒരൊറ്റ തീരുമാനമെടുത്തതാണ് ശേഷാദ്രിനാഥിനെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഓഫീസറാക്കി നിയമിക്കരുത് എന്നുള്ളത്. അന്നത് അങ്ങയോട് പറയാൻ വേണ്ടി വന്ന PM നിയാസിനെ കാണാൻ എന്തുകൊണ്ടാണ് അങ്ങേക്ക് കഴിയാതെ പോയത്? എന്നാൽ PM നിയാസിനെ കഴിയാതെ പോയത് എങ്ങനെയാണ് ശശികല ടീച്ചർക്ക് സാധിച്ചത്? ഇതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. 2, അങ്ങയെ കാണാൻ വേണ്ടി ഇന്നലെയും ഇന്നും ശ്രമിച്ച സംസ്ഥാനത്തെ KSU അധ്യക്ഷന് അങ്ങ് അവസരം നിഷേധിച്ചത് എന്തുകൊണ്ടാണ്? അങ്ങ് അവസരം നിഷേധിക്കുമ്പോഴും ഹിന്ദു ഐക്യവേദിയുടെ RV ബാബുവിനും ശശികല ടീച്ചറിനും അവസരം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് ഇന്ന് അനൂപ് VR ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാതലായ ചോദ്യമാണ്. ഈ പാർട്ടി ഞങ്ങളുടേത് കൂടെയാണ് എന്നത് ഓർമ്മിപ്പിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി ചാനൽ മുറികളിലും പുറത്തും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന അനൂപിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളാണ്, ജിൻഡോയെ പോലെയുള്ളവരാണ്. അവർ നിരന്തരം ചോദിച്ചുകൊണ്ട് പറയേണ്ടി വരുന്നു, ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ നേതാവാണ് താങ്കൾ. കോൺഗ്രസിനെ അവഗണിച്ച്, കോൺഗ്രസിൻ്റെ പാർട്ടി സംവിധാനങ്ങളെ അവഗണിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല VD സതീശൻ എന്നത് പാർട്ടിയിലെ ഓരോ നേതാവും ഓർമ്മിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇതാ നോക്കൂ, ഇന്ന് KSU ആണ് VD സതീശനെതിരെ രംഗത്ത് വരുന്നത്. എങ്ങനെയാ KSU പറയുന്നത്? നിങ്ങൾ ധിക്കാരികളാണെങ്കിൽ ധിക്കാരികളാണെന്നുള്ള ടാഗ്ലൈൻ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന KSU അധ്യക്ഷനെ കാണുന്നു. KSUവിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ കഴിയുക? KSU അല്ല പാർട്ടിയുടെ ലീഡർമാരെ തീരുമാനിക്കുന്നത്. സർ, ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടന ഏതെങ്കിലും ഒരു ഔദ്യോഗിക തീരുമാനം എടുത്തിട്ടുണ്ടോ? ഔദ്യോഗിക തീരുമാനം എടുക്കാനല്ല, പാർട്ടിയുടെ നയതീരുമാനത്തിന് പാർട്ടിയിലെ ബഹുജന വർഗ സംഘടനകളുടെ പങ്കാളിത്തം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഒരു പാർട്ടിയെ ജനാധിപത്യ കേന്ദ്രീകൃതമാക്കി മാറ്റുന്നത്. എല്ലാം ഞാനെന്ന് തീരുമാനിച്ചാൽ പിന്നെ അവശേഷിക്കുന്നത് ഏകാധിപത്യം മാത്രമാവും. അതിനെ ചെറുക്കാൻ വേണ്ടിയാണ് പാർട്ടിയുടെ വിവിധ വർഗജന സംഘടനകളുള്ളത്. അതിനാണ് പാർട്ടിയിൽ ഒരു ലോയേഴ്സ് കോൺഗ്രസ് ഉള്ളത്. ഈ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ചരിത്രം ഞാനല്ലല്ലോ VD സതീശനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. VD സതീശൻ അറിയാമല്ലോ, അങ്ങ് തന്നെ ലോയേഴ്സ് കോൺഗ്രസിലെ അംഗമായിരുന്നല്ലോ. അങ്ങ് തന്നെ അഭിഭാഷകനായപ്പോൾ കേരളത്തിലെ ഈ ലോയേഴ്സ് കോൺഗ്രസ്, പണ്ട് കോൺഗ്രസിന് ഒരു ടാഗ് ഉണ്ടായിരുന്നു, കോൺഗ്രസ് എന്ന് പറയുന്നത് വക്കീൽമാരുടെ സംഘടനയാണ് എന്നാണ്. വക്കീലന്മാരാണ് കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ കെട്ടിപ്പടുക്കുന്നത്. പിന്നീടാണ് ആ സൺഡേ പാർട്ടി എന്ന് പറയുന്ന ലേബലിൽ നിന്ന് ഈ കോൺഗ്രസ് മുക്തമാകുന്നതും പിന്നീട് ജനകീയമായി മാറുന്നതും. പക്ഷേ അന്നും ഇന്നും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ലോയേഴ്സ് കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട്, ആ അഭിഭാഷകരുണ്ട്. ആ അഭിഭാഷകരെ തഴഞ്ഞത് എന്തുകൊണ്ടാണ് സാർ? സാർ, എൻ്റെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഈ ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ ഉൾപ്പെട്ടവരല്ലല്ലോ പ്രധാനപ്പെട്ട പദവികളിലെത്തിയത്. ജൈജു ബാബു ഏത് ലോയേഴ്സ് കോൺഗ്രസുമായി ചർച്ച ചെയ്താണ് അങ്ങ് തീരുമാനമെടുത്തത്? ഗവർണറുടെ പ്രധാനപ്പെട്ട അഭിഭാഷക ഉപദേശകളിൽ ഒരാളായിരുന്നയാളെയല്ലേ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നിയമ പദവിയിലേക്ക് അങ്ങ് കൊണ്ടുവന്നത്? ഏതെങ്കിലും ലോയേഴ്സ് കോൺഗ്രസുമായിട്ട് അങ്ങ് കൂടിയാലോചന നടത്തിയിരുന്നോ? സർ, ചില പേരുകൾ എനിക്ക് അങ്ങയോട് പറയാനുണ്ട്. ഇതാ നോക്കൂ, CPMൻ്റെ കാലത്തെ സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്നു ചിത്ര ജോർജ്. ഈ പറയുന്ന ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പട്ടികയിലുണ്ടായിരുന്നയാളാണോ? രാജേശ്വരി വാര്യർ, അതായത് കൃത്യമായ പ്രാക്ടീസിന് പോലും പ്രാക്ടീസ് എടുത്ത് നോക്കിയാൽ പോലും ഒരു പ്ലീഡറാകാൻ വേണ്ട പ്രാക്ടീസ് യോഗ്യത പോലും ഇല്ലാത്ത ഒരാൾ. കസ്റ്റംസിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്ന അമൽ ദർശൻ എന്ന് പറയുന്ന മറ്റൊരാൾ. ദീപ്തി P എന്ന് പറയുന്ന CPയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ. അതായത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവർ ഹൈക്കോടതിയിൽ പൈസ വാങ്ങി നിയമനം നടത്തുന്നു എന്ന ആരോപണം ഉയരുമ്പോൾ
ആ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ പോലും എന്തുകൊണ്ടാണ് പറ്റാതെ പോകുന്നതെന്ന് ലോയേഴ്സ് കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരടക്കം പറയുന്നു. ലോയേഴ്സ് കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരടക്കം പറയുന്നു. അത്തരമൊരു വിവാദം കത്തി നിൽക്കുന്ന സാഹചര്യമാണ്. ഒരു പൊതു മനുഷ്യാവകാശ പ്രവർത്തകർ ഈ കാര്യം ഉന്നയിക്കുന്നു പൊതുസമൂഹ മധ്യത്തിൽ. അവിടെയാണ് ലോയേഴ്സ് കോൺഗ്രസിന് സംശയമുണ്ടാവുന്നത്. തങ്ങൾ കൊടുത്ത പട്ടികയിൽ നിന്നല്ലാതെ മറ്റു ചിലർ ഇടം പിടിക്കുന്നു. ആരാണ് സർ പ്രദീപിൻ്റെ പേര് കൊടുത്തത്? ലോയേഴ്സ് കോൺഗ്രസ് പ്രദീപിൻ്റെ പേര് കൊടുത്തിരുന്നോ? പ്രദീപ് ആരായിരുന്നു? പ്രദീപ് സംഘപരിവാറുമായി ബന്ധപ്പെട്ടയാളായിരുന്നില്ലേ? പ്രദീപ് സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട അഭിഭാഷകനായിരുന്നില്ലേ? അവിടെയൊക്കെ നിയമനം നടത്തുമ്പോൾ ലോയേഴ്സ് കോൺഗ്രസിനെ നിങ്ങൾ വിസ്മരിച്ചു പോകുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ അഭിഭാഷകർ കൂട്ടത്തോടെ ചോദിക്കുകയാണ്. ഇത് ചെറിയ ഒരു കളിയല്ലല്ലോ. വിദ്യാർത്ഥി സംഘടനയാണ് ഇന്നിപ്പോൾ VD സതീശൻ്റെ അവരുടെ നേതാവാണ് അലൂഷി. അങ്ങേക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ എന്താണ് നിങ്ങൾ പറയുന്നത്? എന്ത് മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത്? നാളെ ഒരു SFIക്കാരൻ്റെ DYFIക്കാരൻ്റെ മുന്നിലൂടെ ഒരു KSU നേതാവ് കടന്നു പോകുമ്പോൾ സ്വാഭാവികമായുമുള്ളൊരു ചോദ്യം വരും. ഈ നേതാവിനെ കൊണ്ടൊക്കെ മുഖ്യമന്ത്രി പോലും ഈ നേതാവിനെ കാണുന്നില്ലല്ലോ എന്ന പരമപുച്ഛം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ആ പരിഹാസം ഏറ്റെടുക്കേണ്ടതല്ല KSU. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമല്ലോ, 1989 ഒരണ സമരത്തിലൂടെ അന്ന് ഒരണയിൽ നിന്ന് 10 പൈസ കൂട്ടുമ്പോൾ അന്ന് ബോട്ടിലും ബസ്സിലും സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സമരം ചെയ്തു തുടങ്ങിയ പാർട്ടിയാണ്. അന്ന് ഒരെണ്ണ സമരം നടത്തുമ്പോൾ അന്നത്തെ 1959 EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് ഒരു നേതാവും പറഞ്ഞില്ല കോൺഗ്രസോ KSU അല്ലല്ലോ ഇവിടുത്തെ പൈസ വർധനവോ റെഗുലേഷനോ തീരുമാനിക്കുന്നതെന്ന് ആരും പറഞ്ഞില്ല. അവരന്ന് അതിനെ സമരമായി തന്നെയാണ് കണക്കാക്കിയത്. സമരമെന്ന നിലയിൽ രാഷ്ട്രീയ പോരാട്ടമാണ് നടത്തിയത്. ആരും പറഞ്ഞ് പരിഹസിച്ചില്ല. പ്രതിപക്ഷത്തിരിക്കുന്നവർ പറഞ്ഞ് പരിഹസിക്കില്ല. കോൺഗ്രസ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ പ്രതിപക്ഷത്ത് അന്ന് ഭരണപക്ഷത്തുള്ള CPM പോലും KSU ആണോ ഇക്കാര്യം തീരുമാനിക്കുന്ന പറയുന്നത്. അത് KSUവിൻ്റെ രാഷ്ട്രീയ നിലപാടായിട്ട് അംഗീകരിക്കാനുള്ളൊരു മാന്യത മറുഭാഗത്തുള്ളവർ പോലും കാട്ടുമ്പോഴാണ് സ്വന്തം പാർട്ടിയിൽ നിന്നൊരു നേതാവ് പറയുന്നത് ലീഡർമാരെ നിയമിക്കുന്ന കാര്യത്തിൽ ഒരു ലോക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന KSUവിൻ്റെ ഒരു യൂണിറ്റ് കമ്മിറ്റിക്ക് എന്താ അവകാശം എന്ന് ചോദിക്കുന്നു. അവകാശമുണ്ട് സാർ. ആ സംഘടന ഗവൺമെൻറ് ലോ കോളേജിലെ ഒരു യൂണിറ്റ് ആയിരിക്കാം. പക്ഷേ അവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ, അവർ പോകുന്ന സമരങ്ങൾ അത് കേരളത്തിന് വേണ്ടിയുള്ള സമരമാണ്, കോൺഗ്രസിന് വേണ്ടിയുള്ള സമരമാണ്. കോൺഗ്രസിന് വേണ്ടി തെരുവിൽ സമരം ചെയ്യാനും പോലീസിൻ്റെ ലാത്തിച്ചാർജ് ഏറ്റുവാങ്ങാനും നിൽക്കുന്ന കുട്ടികളാണവർ. ആ കുട്ടികൾ ഒരു യൂണിറ്റിൽ വരുമ്പോൾ നാളെ ആ യൂണിറ്റിനെ നിങ്ങൾ അപഹസിച്ചു എന്ന് പറഞ്ഞാൽ നാളെ കേരളത്തിലെ പ്രശസ്തമായ ഗവൺമെൻറ് ലോ കോളേജിലെ KSU യൂണിറ്റിലേക്ക് ആളെങ്ങനെ വരും? അവിടുത്തെ നേതാവിന് ആദ്യത്തെ ചോദ്യം അതായിരിക്കില്ലേ? സഭയുടെ ആദ്യത്തെ ചോദ്യം ഇതല്ലേ? ഈ ഇവിടുത്തെ യൂണിറ്റിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്തത് കോൺഗ്രസിൻ്റെ നേതാവായ മുഖ്യമന്ത്രിയായ VD സതീശനാണ്. ഈ യൂണിറ്റിൽ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിക്കില്ലേ? ഒരു സംഘടനയുടെയും ഒരു യൂണിറ്റിനെയും നിങ്ങൾ അപഹസിക്കാതിരിക്കുക, പരിഹസിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതങ്ങ് മറന്നുപോയി എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ. അത് ആ കുട്ടികളുടെ മനോവീര്യത്തെ കെടുത്തുന്നതാണ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് എത്രയോ തവണ വന്നു നിന്നു ഒന്ന് കാണാൻ ഈ ഒരു എന്താണ് ആശയക്കുഴപ്പത്തിൽ ആശയ ഭിന്നത എങ്ങനെയാണ് ഉണ്ടായത്, എവിടെയാണ് അവ്യക്തത ഉണ്ടായത് എന്നത് കാണാനും വിശദീകരിക്കാനും വേണ്ടി KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വന്ന് നിൽക്കുകയാണ്. കാണാൻ സമയമില്ലത്രേ. അത്ര തിരക്കിലാണത്രേ. എന്ത് തിരക്ക്! ഈ പാർട്ടി നേതാക്കളെ കാണാത്ത, പാർട്ടിയുടെ സഹപ്രവർത്തകരെ കാണാത്ത ആളുകൾക്ക് എന്ത് തിരക്ക്? ഇതാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുന്നത് രാജശീലമാണ് എന്ന് പറയുന്ന ജിൻഡോയുടെ വാക്കുകൾ ഒരർത്ഥത്തിൽ കേരളത്തിലെ പല കോൺഗ്രസ്സുകാരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ നിലപാടായിട്ടൊന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ്. ഞാൻ എണ്ണി നോക്കുകയായിരുന്നു. 18 പൂർണ്ണ അസത്യങ്ങളും 23 അർത്ഥസത്യങ്ങളുമാണ് ഇതിനകം മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ട്രൂത്തോമീറ്റർ എന്ന് പറയുന്ന ഒരു മീറ്റർ കണ്ടുപിടിക്കുകയും അത് VD സതീശൻ്റെ ഇതുവരെയുള്ള പ്രഖ്യാപനങ്ങളെ അളക്കാനും കൂടി വിട്ടുകഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിച്ചു പോയേനെ. എന്നിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് VD സതീശൻ. അന്ന് പറഞ്ഞത് VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? മൊത്തം ലോയേഴ്സ് കോൺഗ്രസിൽ നിന്ന് ആദ്യ പട്ടികയിൽ അങ്ങ് നിയമിച്ച പലരും ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്ത പട്ടികയിൽ ഇല്ല സാർ. സ്വന്തം പാർട്ടിയിലെ സഹപ്രവർത്തകരെടുത്ത് പോലും അങ്ങ് എന്തിനാണ് ഈ കള്ളം പറയുന്നത്? NSSുമായി ബന്ധപ്പെട്ട് കള്ളം പറയുന്നത് സുകുമാരൻ നേരെ പൊളിച്ചു കൊടുത്തില്ലേ? NSSുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട സമുദായം എല്ലാവരെയും വെറുപ്പിക്കുകയാണ്. ഇന്ന് NSSുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്, KC വേണുഗോപാലിന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇങ്ങനെയല്ല NSSനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം കണക്കാക്കുന്നത്. കേരളത്തിലെ മുതിർന്ന നേതാക്കളെല്ലാം. ഇന്ന് തിരുവനന്തപുരത്ത് ഒരു പ്രതിഷേധ പ്രകടനം നടന്നു, കണ്ടിരുന്നോ? തലസ്ഥാന നഗരിയിൽ NSSൻ്റെ പ്രതിഷേധ പ്രകടനം. അവിടെ സംഗീത് കുമാർ പറയുന്നത് കണ്ടു. നിമിഷ നേരം കൊണ്ടാണ് പ്രവർത്തകർ ഒഴുകിയെത്തിയതെന്ന്. ആരെയാണ് നിങ്ങൾ വെറുപ്പിക്കുന്നത്? സംഗീത് കുമാർ പറഞ്ഞല്ലെന്നാണ്. അല്ല, മീൻസ് അവിടെ എത്തുന്നത് പിന്നെന്താണ്? NSS ജനറൽ സെക്രട്ടറി അവഹേളിക്കുന്നതിനെതിരെ ഐക്യദാർഢ്യ പ്രകടനമാണ്. അത് സ്വാഭാവികമായും പ്രതിഷേധമല്ലേ? ആർക്ക് വേണ്ടിയാണ്? ഏത് സാഹചര്യത്തിലാണ്? ഐക്യദാർഢ്യ ദിവസം രാവിലെ സുകുമാരൻ നായർക്ക് എന്താകും മുദ്രാവാക്യം വിളിച്ചോളാം. ആ രാഷ്ട്രീയം എന്താണ്? പല വിഷയങ്ങളുണ്ട്. അവിടെയാണ്
മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് വി ഡി സതീശൻ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു സമുദായ നേതാവിനോട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. താൻ 2 തവണ ശ്രമിച്ചു. കൊച്ചിയിൽ വന്ന് കാണാനാണ് പറഞ്ഞത്. സമുദായ നേതാവിനെ കൊച്ചിയിൽ വന്ന് കാണണം. അങ്ങനെ പറയുമോ കേരളത്തിലെ മറ്റു സമുദായ നേതാക്കളോട്? ഞാൻ കൊച്ചിയിൽ വരാം, വന്നിട്ട് കാണാമെന്ന് പറയുമോ? അങ്ങനെ പറയില്ലല്ലോ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അതൊക്കെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പടയൊരുക്കം യഥാർത്ഥത്തിൽ ക്ഷണിച്ചു വരുത്തിയത് എങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ആർക്കു വേണ്ടിയാണ്, ആരുടെ ഗുണത്തിനു വേണ്ടിയാണ് ഈ പോക്കെന്ന് നീയും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. KSUവിനെ വിശ്വാസത്തിലെടുക്കാത്ത, ലോയേഴ്സ് കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാത്ത, പാർട്ടിയുടെ ബഹുജന വർഗ സംഘടനകളെ വിശ്വാസത്തിലെടുക്കാത്ത, സഹപ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കാതെ ഈ പാർട്ടിയെ എങ്ങനെയാണ് വി ഡി സതീശൻ നയിക്കാൻ പോകുന്നത്? നോ ഐഡിയസ്. പാർട്ടിയിൽ പടയൊരുക്കുമോ എന്ന ചോദ്യത്തിന് യെസ് എന്നാണ് എൻ്റെ ഉത്തരം. ആൻഡ്രൂ, കേരളത്തിൽ പുതിയ കുടിൽ വ്യവസായം തുടങ്ങുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണെന്നറിയോ, ഇപ്പം ഈ എല്ലാ കാര്യത്തെക്കുറിച്ച് പഠിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന വി ഡി സതീശൻ സർക്കാരിനെ ഈ മെഴുകുതിരി ഉണ്ടാക്കുന്ന കുടിൽ വ്യവസായം പെട്ടെന്ന് തുടങ്ങാനുള്ള സംവിധാനം ഏകദേശം ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ KSUവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് KSUവിൻ്റെ ഞാനിപ്പോൾ ഈ വി ഡി സതീശൻ്റെ ഒരു പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുമായിരുന്നു. ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പിണറായി വിജയൻ സർക്കാർ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഈ ജയിലിലടച്ച പ്രതികളെ കണ്ടിട്ട് വി ഡി സതീശൻ പുറത്തു വരുന്ന വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എത്ര പേരാണെന്ന് അറിയാം? 38 പേരാണ്. ആരാണ്? ഈ പറയുന്ന തിരുവനന്തപുരം ലോ കോളേജിലെ പിള്ളേരടക്കമുള്ള 17 പേര് ലോ കോളേജിലെ പിള്ളേരാണ്. അവരൊക്കെ എത്ര ദിവസം ജയിലിൽ കിടന്നറിയാം? ഏതാ കേസെന്ന് അറിയാം? വധശ്രമത്തിൽ ഈ പറഞ്ഞ വി ഡി സതീശൻ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അന്നത്തെ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് ചെയ്ത് ജയിലിൽ അടച്ച ആൾക്കാരോട് പറയുന്നത് നിങ്ങൾക്ക് എന്ത് അധികാരം? ഇതൊക്കെ പറയാം, ഇതൊക്കെ നമ്മളിവിടെ തീരുമാനിക്കും എന്നുള്ള രീതിയിലേക്ക് മാറുന്ന രീതിയിലേക്ക് പിണറായി വിജയൻ മാറിയെന്നേ ഉള്ളൂ. ഇത് വലിയ അത്ഭുതമായിട്ടൊന്നും കാണണ്ട കേട്ടോ. ഇത് വലിയ വി ഡി സതീശൻ ശരിയാ അല്ല. അപ്പോൾ ഇത് വലിയ അത്ഭുതമായിട്ടൊന്നും കാണണ്ട. കാരണം നിങ്ങൾ വി ഡി സതീശൻ പ്രതീക്ഷിക്കണം. കാരണം എന്താണ്? കേരളത്തിലെ വി ഡി സതീശൻ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്ന ആരാണ്? പാർട്ടിയല്ല, ജനങ്ങളാണ്. അപ്പോൾ എനിക്ക് ആരോട് മറുപടി പറയേണ്ട കാര്യമുള്ളൂ? ജനങ്ങളോടെ പറയേണ്ട കാര്യമുള്ളൂ. KSUവിനോട് പറയേണ്ട കാര്യമില്ല, യൂത്ത് കോൺഗ്രസിനോട് പറയേണ്ട കാര്യമില്ല, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിമാരോട് പറയേണ്ട കാര്യമില്ല, കോൺഗ്രസ് നേതാക്കന്മാരോട് പറയേണ്ട കാര്യമില്ല. ഞാൻ ആരോട് പറഞ്ഞോളൂ? ഞാൻ ജനങ്ങളോട് പറഞ്ഞോളൂ. കാരണം എന്താ? നിങ്ങളൊന്നല്ല എന്നെ മുഖ്യമന്ത്രിയാക്കിയത്. ആരാക്കിയത്? ജനങ്ങളാണ് ആക്കിയത് എന്നുള്ള ഒരു ശൈലിയിൽ മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം, അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ ജാജു ബാബു തുടങ്ങിയിട്ട് ഇന്ന് വരെയുള്ള ഗവൺമെൻറ് പിള്ളേർമാരില്ലാത്തൊരു 20%, 25% ഇന്നേ വരെ അവിടുത്തെ ലോയേഴ്സ് കോൺഗ്രസ്സോ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പരിചയമില്ലാത്ത ആൾക്കാർ ഗവൺമെൻറ് ലീഡറായിട്ട് അവിടെ ഇരിക്കുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എന്താണ് ഈ തക്കത്തിലൊത്ത് നുണ പറയുക എന്ന് പറയുന്ന രീതിയിലേക്ക് വി ഡി സതീശൻ മാറി എന്നുള്ളതാണ്. തക്കത്തിലൊത്ത് നുണ പറയുന്ന രീതിയിലേക്ക്. എന്താണ്? കഴിഞ്ഞ ദിവസം വരെ ആരായിരുന്നു? രാജിവെച്ചിട്ടുള്ള ഗവൺമെൻറ് ലീഡർമാരായിരുന്നു, അല്ലേ? ആ ഗവൺമെൻറ് ലീഡർമാരുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു അമാന്തര അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ. ഇപ്പം എന്താണ്? ഇപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു രേഖയുണ്ട്. എന്താണ്? ആര് കൊടുത്ത രേഖയാണ്? ഈ പറഞ്ഞ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സൈൻ ചെയ്ത് കൊടുത്ത രേഖ. അതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ പേരുണ്ട്. അപ്പോൾ അത് പൊക്കി പിടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കണ്ടേ? അദ്ദേഹം പറയണ്ടേ ഇതിന് മുൻപ് രാജിവെച്ചവരുടെ പേര് നിങ്ങൾ എവിടെ നോക്കിയിട്ടാണ് പിന്നെ ഗവൺമെൻറ് ബിൽഡറാക്കി അപ്പോയിൻറ്റ് ചെയ്തത്? സ്പെഷ്യൽ ഗവൺമെൻറ് ബിൽഡറാക്കിയില്ല, എവിടെ നിന്ന് അപ്പോയിൻറ്റ് ചെയ്ത് ചോദിക്കും? അതിന് മറുപടി ഇല്ലല്ലോ. അത് ചോദിക്കില്ല. അത് ചോദിച്ചാൽ അപ്പോൾ അത് കൈരളിയായി, പിന്നെ അത് ദേശാഭിമാനിയായി. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കരുത്, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊന്നും പറയുന്നില്ലല്ലോ, ഇത് ശരിയല്ല കേട്ടോ, നോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങൾ ഞാൻ ഈ ആകെ ഒരു 10-ൽ താഴെ പത്രസമ്മേളനങ്ങളെ നടന്നിട്ടുള്ളൂ, അല്ലേ? 2 മാസമായി 60 എല്ലാ ബുധനാഴ്ച ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് 2-3 ബുധനാഴ്ച പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കൂടുമ്പോൾ ഒരു പത്രസമ്മേളനം നടത്തും. അദ്ദേഹം നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 1 മണിക്കൂർ മറ്റവർ പ്രസംഗിക്കും. അതായത് മുൻപ് പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിൽ ഇദ്ദേഹം വിമർശിച്ചുകൊണ്ടിരുന്നതാണ്. അദ്ദേഹം വരും, 1 മണിക്കൂർ അദ്ദേഹം പറയും, അവസാനത്തെ ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് തരുന്നതിൻ്റെ അകത്ത് ദേശാഭിമാനിനെയും കുറച്ച് ആൾക്കാരെയും ചോദിക്കാൻ നിർത്തും. അവർ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞിട്ട് പോകും. ഇതായിരുന്നു വി ഡി സതീശൻ്റെ അന്നത്തെ വിമർശനം. ഇപ്പം എന്താ നടക്കുന്നത്? ഇപ്പം 1 മണിക്കൂർ വി ഡി സതീശനെ പറയും. അത് കഴിഞ്ഞ് 2 മിനിറ്റ് അങ്ങനെ ആരെങ്കിലും ചോദിക്കാൻ സമയം ചോദിച്ചു, നോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ ചോദിക്കരുത് എന്ന് പറയും. എന്നിട്ട് എന്താണ് കഴിഞ്ഞു, എണീറ്റ് പോയി. എന്താ വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ഒരു വ്യത്യാസമില്ല. ചോദിക്കുന്നതിന് മുഴുവൻ എവിടെയും ഇല്ലാത്തൊരു ഒരു മറുപടി പറയും, എവിടെയില്ലാത്ത മറുപടി. അപ്പം എന്തുകൊണ്ടാണ് പണ്ട് പിണറായി വിജയൻ കറക്റ്റ് നോക്കി വായിച്ച് വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വലിയ ഇപ്പം എന്താണ് തെറ്റുകൾ അങ്ങനെ വരാറില്ല. പ്രോപ്പറായി കാര്യങ്ങൾ അതിന് മറുപടി പറഞ്ഞു പോവുകയാണ്. ഇപ്പം ഇദ്ദേഹം മനസ്സിൽ തന്നെ ഞങ്ങൾ പറയുകയാണ്, നിങ്ങളോട് പിന്നെ NSSൻ്റെ ജനറൽ സെക്രട്ടറിനെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു പുള്ളി അങ്ങ് പറയുകയാണ്. ആ പുള്ളീൻ്റെ മനസ്സിൽ ഒരു സാധനം അങ്ങോട്ട് പറയും. അതും ഈ യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധം ഉണ്ടാവത്തില്ല. 10 മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹം പത്രസമ്മേളനം നടത്തും. അദ്ദേഹം പത്രസമ്മേളനം സത്യം പറയും. ഇതൊരു ഒരു അനുഭവമാണോ? എത്രയോ അനുഭവങ്ങളാണ്. വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അരമണിക്കൂർ തള്ളി പറയില്ലേ? ഇപ്പം ഞാൻ പറയില്ലേ, എങ്ങനെയാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പൂക്കി മുഖ്യമന്ത്രി എന്ന് പേര് വന്നത്? എന്താണ്? ഈ പറയുന്ന വാഹനങ്ങളുടെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിലല്ലേ? എന്താണ് പറഞ്ഞത്? വാക്കാണ് പ്രധാനം.
വാക്കല്ലേ? എന്തിനാ വാക്കെന്തിയെ? വാക്കെല്ലാവരും പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ്. വാക്കാണ് പ്രധാനം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വാക്ക് കേട്ടിട്ട് ഈ മോഡിഫിക്കേഷൻ നടത്തിയ എല്ലാവരും 5000. കാരണം മുട്ടിന് ക്യാമറയാണല്ലോ, മുട്ടിന് മുപ്പിൽ ഈ പറയുന്ന ക്യാമറകൾ വെച്ചിരിക്കുകയാണ്. ക്യാമറ എല്ലാം ഫോക്കസ് ചെയ്യും, പിടിക്കും, നോട്ടീസ് വീട്ടിലേക്ക് വരും, പൈസ കൊണ്ടടിക്കും. ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ പൊളിക്കാനും പറ്റില്ല, പൊളിക്കാതിരിക്കണം. ഇതിപ്പോൾ പിന്നെയാണ് വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ പിന്നെയും കാണും വാക്കാണ് പ്രധാനം എന്നുള്ളത്. കാരണം ഇങ്ങനെ റീലിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഏതെങ്കിലും കാര്യം നടപ്പിലാക്കണോ? PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് ഓരോ പ്രസംഗിച്ചിട്ട് വരും. എന്നിട്ട് ഒരു സൈഡിൽ കൂടെ PM ശ്രീ നടപ്പിലാക്കും. സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി നടത്താൻ പാടില്ല, അതെന്താണ് CPM-ൻ്റെ അജണ്ടയാണ് എന്ന് 5 വർഷം പ്രസംഗിച്ചിട്ട് ഇപ്പോൾ അതേ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതാണ് പിന്നെന്താണ് ഇപ്പറേ വർഗീയവാദികളെ മാലയിട്ട് സ്വീകരിക്കരുതെന്നും പൊന്നാടി അടിക്ക് സ്വീകരിക്കരുതെന്നും പറയുകയും ഇപ്പോൾ അതേ സംവിധാനം ഇദ്ദേഹം വന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. അത് എനിക്കറിയത്തില്ല. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ അർത്ഥത്തിൽ മുന്നോട്ട് പോവുകയാണ് അല്ലേ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ പവർ കട്ട് കേരളത്തിലെ ബിസിനസ് ഇക്കോ ഫ്രണ്ട്ലി സംസ്ഥാനമാക്കി മാറ്റാനും IT ഹബ്ബാക്കി മാറ്റാനും അറ്റ്ലീസ്റ്റ് വേണ്ടത് കറണ്ടല്ലേ? അറ്റ്ലീസ്റ്റ് എന്താ വേണ്ടത് കറണ്ടാണ്. അത് എപ്പോൾ പോകുന്നെങ്കിലും ഒന്ന് പറയണ്ടേ? ഏത് സമയത്ത് പോകും എന്നെങ്കിലും പറയാം. എന്നാൽ ബാക്കി ഒരു പ്രിക്കോഷനെങ്കിലും എടുക്കാമല്ലോ. പ്രിക്കോഷൻ എങ്ങനെ എടുക്കുക? എന്നാൽ രാത്രി 12:30 ലോകകപ്പ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകകപ്പ് കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മളോട് നേരത്തെ പറയുകയാണ് ഇന്ന് 12:30 കറണ്ടില്ല എന്ന് പറഞ്ഞാൽ അവർ ജനറേറ്റർ എടുത്ത് വെച്ചോളും, അല്ലെങ്കിൽ കറണ്ടുള്ള സ്ഥലത്തേക്ക് മാറിക്കോളും, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കിക്കോളും. 12 മണിക്ക് കറക്റ്റ് കറണ്ട് അങ്ങ് പോകും. 12 കഴിയുമ്പോൾ കറണ്ട് വരും. എന്തൊരു അവസ്ഥയാണ്! സ്മൃതി വർദ്ധന ചർച്ചയിലേക്ക് നടത്തുന്ന സമയത്ത് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് പോകുന്നത്. അത് കറക്റ്റ് കോൺഗ്രസിന്റെ നേതാവിന്റെ കറണ്ട് പോകുന്നു. ജനറേറ്റർ അതെ, ഒരു കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെ കറണ്ടാണ് പോകുന്നത്, വേറെ ഇവിടുത്തെ കറണ്ടല്ല. അപ്പൊ ഇത് എങ്ങനെ ഇതാരാണ് പറയേണ്ടത്? ഇന്ന് വേറൊരു മാധ്യമത്തിൽ പിന്നെ സണ്ണി ജോസഫ് പറയുന്നുണ്ട്, മന്ത്രി പറയുന്നുണ്ട്, എപ്പോൾ എത്ര കറണ്ട് എങ്ങനെ കൊടുക്കാൻ പറ്റുന്ന അറിയില്ല കേട്ടോ, ഒന്നും പറയാൻ കഴിയില്ല. പ്രതിസന്ധി എപ്പോൾ പരിഹരിക്കുമെന്ന് അറിയില്ല. അത് മന്ത്രിക്ക് അറിയില്ല. വൈദ്യുതി മന്ത്രിയാണ് അത് എപ്പോൾ അതൊന്നും അറിയത്തില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിനുശേഷം ഞാൻ വേറൊരു കാര്യം എടുത്ത് നോക്കിയത്, ഈ കറണ്ട് കട്ടിനെ കുറിച്ച് VD സതീശൻ മുൻപ് പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? ബുദ്ധിപൂർവമായ ചിന്തയില്ലാത്തത് കൊണ്ടും കറണ്ട് കട്ടുണ്ടാവുമെന്ന് നേരത്തെ ഫോർകാസ്റ്റ് ചെയ്യാത്തത് കൊണ്ടും സർക്കാരിന് വലിയ പിഴവാണ്. മനസ്സിലായോ? ഇത് കേരളത്തിലെ പിന്നെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോടും ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരോടും ചെയ്യുന്ന വലിയ ക്രൂരതയാണ് എന്ന് പറഞ്ഞത് നേരത്തെ. ഇപ്പം അതില്ലേ? അത് പോയോ? ഇപ്പോൾ വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കുന്നില്ല, ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരില്ല. എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണ്? നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ സർക്കാർ ഇങ്ങനെ ചെയ്തില്ലേ, കഴിഞ്ഞ വർഷത്തെ സർക്കാർ അങ്ങനെ ചെയ്തില്ലേ, കഴിഞ്ഞ വർഷത്തെ സർക്കാരിൻ്റെ കാലത്തല്ലേ തുടങ്ങിയത്. ഇത് എത്ര കൊല്ലമായി കേരളം കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന്. ഇതൊന്നും മാറാൻ വേണ്ടിയിട്ടാണ് ഈ കേരളത്തെ ജനങ്ങളിങ്ങനെ മാറ്റി പുതിയ സർക്കാരിനെ കൊണ്ടിരുന്നത് അല്ലേ? കഴിഞ്ഞ വർഷത്തെ സർക്കാർ അങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുമ്പോൾ ഇതെല്ലാം മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ വരുന്നത് അല്ലേ? അത് വരാം ഞങ്ങൾ. അപ്പം ഇനി സതീശനെ കേരളത്തിൽ ജനങ്ങൾ പരീക്ഷിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? VD സതീശനെ കേരളത്തിൽ ജനങ്ങൾ പരീക്ഷ എന്തിനാണ്? ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് പുറത്ത് നിന്നിട്ട് ഒരാൾ വന്നിട്ട് എന്തെങ്കിലും ചെയ്യും എന്ന് കണ്ടിട്ടാണ് അല്ലേ? വലിയ രീതിയിൽ തത്വചിന്തയോടുകൂടി സംസാരിക്കുകയും വലിയ രീതിയിൽ ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കുകയും ബഡ്ജറ്റുകളെ കുറിച്ചിട്ട് എങ്ങനെയാണ് കേരളത്തിലെ ബഡ്ജറ്റുകളെ കൊണ്ടുപോകേണ്ടതും സാമ്പത്തിക ശാസ്ത്രമെല്ലാം അരച്ചു കുടിച്ച് എന്നിട്ട് പറഞ്ഞിട്ടുള്ള ആളാണ്. അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തോമസ് ഐസക്കിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ച് അതായിരുന്നു, ബാലഗോപാലിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ച് അതായിരുന്നു, ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ബഡ്ജറ്റിനെ കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിമർശിച്ചുകൊണ്ടിരുന്ന ആളാണ് സതീശൻ അല്ലേ? അവസാനത്തെ അരുൺ നേരത്തെ പറഞ്ഞു, ഏറ്റവും അവസാനത്തെ ക്യാബിനറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പറയും കേരളത്തിൽ നടന്നത് കടും വെട്ടി ക്യാബിനറ്റാണ് എന്ന് പറഞ്ഞാണ്. കടും വെട്ടി ക്യാബിനറ്റാണ് അതേ പറഞ്ഞു. അത് അന്ന് എനിക്ക് തോന്നുന്നു ഈ ജിൻഡോ ജോൻ്റെ പ്രായമേ ഉള്ളൂ ആർക്ക്? VD സതീശന്. അന്ന് കേരളത്തിലെ KPCC വൈസ് പ്രസിഡൻ്റാണ്. ഇന്നത്തെ ജിൻഡോ ജോൻ്റെ പ്രായമുള്ള അന്നത്തെ KPCC പ്രസിഡന്റ് പറഞ്ഞ എന്താ? KPCC വൈസ് പ്രസിഡൻ്റായ VD സതീശൻ പറഞ്ഞ എന്താണ്? കേരളത്തിൽ കടും വെട്ടി ക്യാബിനറ്റാണ് നടക്കുന്നത്. കേരളത്തിലെ സ്ഥലങ്ങൾ മുഴുവൻ സ്വകാര്യവൽക്കരിക്കാനും സ്ഥലം വിൽക്കാനും വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രൈവറ്റ് കമ്പനിക്ക് തീരെഴുതാനുള്ള വലിയ സംവിധാനമാണ് നടത്തിയതെന്നാണ് അന്ന് ഇന്നത്തെ ജിൻഡോ ജോണിൻ്റെ പ്രായമുള്ള അന്നത്തെ VD സതീശൻ പറഞ്ഞത്. ഇന്ന് ജിൻഡോ ജോൺ പറയുന്നത് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ്? അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ വിളിച്ചു ചോദിച്ചു എന്താ ഇതിൽ നിങ്ങളെന്താ കാണാൻ പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതറിയോ? VD സതീശന് കാര്യമായിട്ട് അടി കൊണ്ടിട്ടില്ല സമരങ്ങൾ നടത്തിയിട്ട്, ജയിലിൽ പോയിട്ടുള്ള കാര്യമായിട്ട്. ഈ അടി കൊണ്ടവർക്കും ജയിലിൽ പോയവർക്കും അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. പാർട്ടിക്ക് വേണ്ടിയിട്ട് വെള്ളം കോരിയും വടിവെട്ടിയും അതായത് അരവയർ ഭക്ഷണം കഴിക്കാതെ പാർട്ടിക്ക് വേണ്ടി സിന്താവ് വിളിച്ചവർക്കും അവർക്കാണ് ഇതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. പക്ഷേ VD സതീശനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. നേരെ അദ്ദേഹം പഠിക്കുന്നു, അദ്ദേഹം എവിടേക്ക് വരുന്നു, അല്ല ഞാൻ പറയുന്നത് നിയമസഭയിലേക്ക് ലോയറായിട്ട് ഇത് വരുന്നു. അത് കഴിഞ്ഞ് ടക്ക് എന്ന് പറഞ്ഞ മേലേക്ക് പോസ്റ്റിലേക്ക് എത്തി. വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവിച്ചിട്ടില്ല.
അപ്പോൾ എന്താണ് അതിൻ്റെ വിഷമം സതീശന് അറിയത്തില്ല. ജയിലിൽ കിടന്നവനെയും പിന്നെ എന്താണ് ഇപ്പോഴും കേസിൻ്റെ ഭണ്ഡാരം ചുവന്ന് നടക്കുന്നവരെയൊന്നും വിഷമം പുള്ളിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അത് പകുതി പ്രശ്നം തരും. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ ചിത്രീകരിക്കാമെന്നറിയോ, ഇനി കേരളത്തിലെ കോൺഗ്രസ്സിൽ 2 പക്ഷങ്ങളുണ്ട്. ഒരെണ്ണം എന്താണ് VD സതീശൻ പക്ഷം, അല്ല മറ്റേ പക്ഷം ഏതാണ്, മറ്റേ എതിർക്കുന്ന പക്ഷം. ഇങ്ങനെ 2 പക്ഷങ്ങളുണ്ട്. അപ്പോൾ എതിർക്കുന്ന പക്ഷം ഇനിയിപ്പം ആര് സതീശനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ആരാവും, ഈ എതിർക്കുന്ന പക്ഷത്തിന് കൂടെ ആവും. അത് ആരാണ്, അത് KC വേണുഗോപാൽ. ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും KC വേണുഗോപാൽ പക്ഷത്തിൻ്റെ ഭാഗമായിരിക്കും. അത് സത്യസന്ധമായി മനസ്സിൽ നിന്ന് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ഒരാൾ പറഞ്ഞാൽ മതി. അതൊരു KPCC പക്ഷമല്ല, വർഷമാവും. ഒരു കാര്യം കൂടി പറയണം കേട്ടോ, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ KC വേണുഗോപാൽ ആയിരുന്നെങ്കിൽ KSUവിനെ കുറിച്ച് ഇങ്ങനെ ഒരു അക്ഷരം പറയില്ല. അല്ല ഇത് സുകുമാരൻ നായരെ കുറിച്ച് ഇങ്ങനെ ഒരു അക്ഷരം പറയില്ല. അല്ല, സുകുമാരൻ നായരെ കാണാൻ പറ്റുന്നില്ലല്ലോ. അതിനുശേഷം ഇപ്പോഴെന്താണ്, ഇപ്പം സുകുമാരൻ നായർ ചോദ്യത്തിനോടൊപ്പം ഞാൻ എപ്പോൾ വേണമെങ്കിലും കാണാം എന്നുള്ളൊരു സംസാരം പുള്ളി പറയുന്നില്ലല്ലോ. ഈ പറയുന്നത് ന്യായീകരിച്ച് ഇങ്ങനെ മെഴുകി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പാർട്ടിയിൽ പടയൊരുക്കുമോ എന്നതായിരുന്നു ചോദ്യം. 5 പേരും യെസ് എന്നാണ് ഉത്തരം. Meet the editors.